ഏവർക്കും നമസ്കാരം. മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രവും പുസ്തക ലോകവും സംയുക്തമായിട്ട് നടത്തുന്ന മിഷൻ JRF നെറ്റ് കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ ചേർന്നിട്ടുള്ളത്. ഇന്ന് ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട ആദ്യ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത് അധ്യാപകനായിട്ടുള്ള ഡോക്ടർ ഷാനു എൻ നാസർ മാഷാണ്. മാഷിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ടോപ്പിക്ക് റിസർച്ച് മെത്തഡോളജിയാണ്. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാഷെ, സ്വാഗതം. വളരെയധികം സന്തോഷം. ഞാൻ പുസ്തക ലോകത്തിന് വേണ്ടി ക്ലാസ് എടുത്തിട്ടുണ്ട് മുൻപും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പേപ്പർ ഏത് സബ്ജക്റ്റ് ആയാലും UGC NTA നെറ്റ് എക്സാം എഴുതുന്നവരുടെ ഒന്നാമത്തെ പേപ്പറിന്റെ ജനറൽ പാറ്റേൺ ഇതാണ്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് 10 സബ് ടോപ്പിക്സ് ആണ് വരുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം വരെയുള്ള 10 ടോപ്പിക്കാണ് വരുന്നത്. ഏകദേശം ഈക്വൽ വെയിറ്റേജ് ആണ് ഇതിനകത്ത് അസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു പ്രയോജനം, നമ്മുടെ സബ്ജക്ട്, അതായത് പേപ്പർ 2-ലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പേപ്പർ 1-ലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മറ്റു പല ഏരിയയും നിങ്ങളുടെ സബ്ജക്ട് അനുസരിച്ചാണ്. ഉദാഹരണത്തിന് എക്കണോമിക്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം അവരുടെ പേപ്പർ 2-ന്റെ ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ലോജിക്കൽ റീസണിംഗ് അല്ലെങ്കിൽ ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ ഒക്കെ കുറച്ച് ഭാഗം അവരുടെ പേപ്പർ 2-ന്റെ ഭാഗം. പക്ഷെ പൊതുവെ എല്ലാ പേപ്പറിലും അല്ലെങ്കിൽ ഏത് ഡിസിപ്ലിൻ ആയാലും പേപ്പർ 1-ന്റെ പാർട്ടാണ്. ഇതിനകത്ത് നോൺ മലയാളീസ് ആരും ഇല്ലല്ലോ, മലയാളികളല്ലേ ഉള്ളൂ. മാഫോർ മലയാളം മലയാളത്തിൽ സംസാരിക്കുന്നത്. മലയാളം മതിയല്ല? ഹലോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. നമുക്ക് പേപ്പർ 1-ലും അതുപോലെ തന്നെ പേപ്പർ 2-ലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഉപകരിക്കും. ഒരു ബ്രീഫ് സിലബസ് പേപ്പർ 1-ന്റെ സിലബസ് ആയിട്ട് വരുന്നത് ഞാൻ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. മീനിങ്, ടൈപ്പ്, ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ റിസർച്ച് പാരഡൈം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ PG സിലബസിനകത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നെറ്റ് സിലബസിലുള്ള പലപ്പോഴും പല ക്വസ്റ്റ്യൻസ്, പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് റിസർച്ച് പാരഡൈം എന്ന് പറയുക. അതായത് പോസിറ്റിവിസം, പോസ്റ്റ് പോസിറ്റിവിസം, ഇന്റർപ്രിറ്റിവിസം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതാണ് ഒരു ഓവർവ്യൂ ആയിട്ട് റിസർച്ചിനകത്ത് വരുന്നത്. ദെൻ മെത്തേഡ്സ് ഓഫ് റിസർച്ച് ആണ്. ടൈപ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ, ഡിസ്ക്രിപ്റ്റീവ്, ഹിസ്റ്റോറിക്കൽ, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, മിക്സഡ് അപ്രോച്ച്, ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുണ്ട്. പേപ്പർ 1-ലും പേപ്പർ 2-ലും കണ്ടിട്ടുണ്ട്. ദെൻ സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, അതായത് റിസർച്ച് പ്രോസസ് ചോദിക്കാറുണ്ട്, ഒരു പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് കുറച്ച് നമുക്ക് ഡെപ്ത് ആയിട്ട് വേണം. പ്രത്യേകിച്ച് ഹൈപ്പോത്തിസിസ് ഫോർമുലേഷൻ അല്ലെങ്കിൽ ഈ ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, അതൊക്കെ എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസിൽ ആവർത്തിച്ച് വരുന്ന ഒരു ഏരിയ. ഈ ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, ഹൈപ്പോത്തിസിസ് ഫോർമുലേഷൻ, ദെൻ ഡേറ്റ അനാലിസിസിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, ഓവർവ്യൂ, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, അതിന്റെ ഒരു തിയറി പാർട്ട് നമുക്ക് പേപ്പർ 1-ൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ റൈറ്റിംഗ് സ്റ്റൈൽ, അതിന്റെ ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ സൈറ്റേഷൻ സ്റ്റൈൽ എങ്ങനെയാണ് നമ്മൾ നോക്കാറുണ്ട്. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ICT, അതൊരു ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ ICT സെപ്പറേറ്റ് മുമ്പ് ചോദിക്കാറുണ്ടെങ്കിൽ ഇപ്പൊ റിസർച്ച് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ICT ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പുള്ള നെറ്റ് എക്സാം മുതൽ ആവർത്തിച്ച് വരുന്ന ഒരു കാര്യമാണ് ICT ആൻഡ് റിസർച്ച്. എസ്പെഷ്യലി നമ്മുടെ സ്കോപ്പസ് പബ്ലിക്കേഷൻസ്, ഡേറ്റാബേസ് ബേസ് ചെയ്തുള്ളത്, റിസർച്ചിനുള്ള ഓൺലൈൻ റിസോഴ്സസ്, അതൊക്കെയാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. ലാസ്റ്റ് പാർട്ട് ഒരു കോമൺ ആണ്, റിസർച്ച് എത്തിക്സ്. അതിൽ സാധാരണയായിട്ട് പ്ലജറിസം, അതുപോലെ തന്നെ റിസർച്ച് എത്തിക്സ്, സിമിലാരിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഈ നെറ്റിന്റെ പാറ്റേൺ ആദ്യമായിട്ട് എഴുതുന്ന ആരെങ്കിലും ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ നെറ്റിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് അതൊരു സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഓരോ വർഷം കഴിയുന്നതോറും ക്വസ്റ്റ്യന്റെ സ്റ്റാൻഡേർഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മുമ്പൊക്കെ ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം മുമ്പ് ഒരാൾ നെറ്റ് എഴുതുമ്പോൾ അവർ കൂടുതലും കിട്ടിയിരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പം വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് കംസ് അണ്ടർ പോസിറ്റിവിസം, ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും സിമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ 4 നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അതിന് നമുക്ക് ഡയറക്റ്റ് ആൻസർ പറയാൻ പറ്റും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കുറച്ചുകൂടെ ഡെപ്തിലേക്ക്, പല ഡയമെൻഷനിലേക്ക്, അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡർ, നമ്മൾ ഇനി പറയും ICT-യിലേക്ക് പോകുമ്പോഴത്തേക്ക് ഓരോ ടെക്നിക്സും വന്ന വർഷങ്ങൾ, അതൊക്കെ ക്രോണോളജിക്കൽ ഓർഡറിലേക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്ങിന് വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ സമയം അതിക്രമിച്ചിട്ടില്ല. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലും മതി. കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് നെറ്റിന് നമുക്ക് എത്രയും പെട്ടെന്ന് നെറ്റ് ക്ലിയർ ആക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം. എല്ലാ സിലബസും പേപ്പർ 1-ന്റെ 10 ടോപ്പിക്കും അതുപോലെ തന്നെ പേപ്പർ 2 നിങ്ങളുടെ റെസ്പെക്റ്റീവ് സബ്ജക്റ്റും ഫുള്ള് പഠിച്ചിട്ട് നെറ്റ് അറ്റംപ്റ്റ് ചെയ്യൂ എന്നല്ല, നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നെറ്റ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും JRF കിട്ടും. അങ്ങനെ കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഞാൻ എന്റെ ഇന്നത്തെ ഡിസ്കഷനിലേക്ക് പോകുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് ഈസ് റിസർച്ച്. റിസർച്ച് എന്നാൽ എന്ത്, അല്ലെങ്കിൽ മലയാളത്തിൽ തനി മലയാളമാണെങ്കിൽ ഗവേഷണം എന്നാൽ എന്ത് എന്ന നിർവചനം. ഈ നിർവചനത്തിന് നെറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രാധാന്യം ഇല്ല. പക്ഷെ അതിന്റെ ഒരു 2 ഡയമെൻഷൻ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഡെഫിനിഷൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് റിസർച്ച് ഈസ് എ പ്രോസസ് ആണ്. നമ്മൾ പ്രത്യേകം റിസർച്ച് എന്ന് പറയാൻ ഒരു ഔട്ട്കം അല്ല, ഇറ്റ് ഈസ് എ പ്രോസസ്. ആ പ്രോസസ്സിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ ട്രൈങ് ടു ഫൈൻഡിങ് സൊല്യൂഷൻ ഓൺ എ പർട്ടിക്കുലർ പ്രോബ്ലം. റിസർച്ച് ഈസ് എ പ്രോസസ് ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. അങ്ങനെ പ്രോബ്ലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ എന്ത് അപ്രോച്ചാണ് സ്വീകരിക്കുക? നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം,
എഫിഷ്യന്റ് ഡേറ്റ സോഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഉണ്ടാകും. ഡേറ്റ സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. നമ്മൾ ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നത് ഒന്നുകിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫറൻസിന് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷണൽ ഫാക്ടർ, ജനറലി നമ്മൾ പറയും ക്വാളിറ്റേറ്റീവ് എന്ന് പറയും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. അതാണ് ഇതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ്. ആ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ബൈ വിച്ച് വി ആർ ഫൈൻഡിങ് സൊല്യൂഷൻ ടു ദി പർട്ടിക്കുലർ പ്രോബ്ലം. ഹൗ വി ആർ ഫൈൻഡിങ് സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ അനലൈസിങ് ദ ഡേറ്റ ഓർ ദി സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ഈ ഒരു കാര്യം നമ്മൾ ഓർമ്മിച്ചിരിക്കുക. റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണെന്ന കാര്യം. ഈ സ്ലൈഡ് പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് സ്നാപ്ഷോട്ട് എടുക്കാം. ഇതിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ, റെഡ്മൻ ആൻഡ് മൊറയുടെ ഡെഫിനിഷൻ, റിസർച്ച് ഈസ് എ സിസ്റ്റമൈസ്ഡ് എഫോർട്ട് ടു ഗെയിൻ ന്യൂ നോളജ്. റിസർച്ച് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സൊല്യൂഷൻ മാത്രമല്ല, അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ നോളജിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു എഫേർട്ട് ആണ് എന്ത്? റിസർച്ച് എന്നാണ് ആ ഡെഫിനിഷൻ പറയുന്നത്. ഈ ഡെഫിനിഷൻ കറക്റ്റ് 2-3 പ്രാവശ്യങ്ങളിൽ നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ. ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന കോർ ഡെഫിനിഷൻ, അതായത് റോബർട്ട് ബേബി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സോഷ്യലോജിസ്റ്റിന്റെ ഡെഫിനിഷൻ ആണ്. നമ്മൾ ഈ പറയുന്ന അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ്. അപ്പൊ അതിലൊക്കെ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ആളാണ് ഈ റോബർട്ട് ബേബി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മൾ പ്രോപ്പർ റിസർച്ചിന്റെ ഫുൾ പ്രോസസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയും. അതായത് റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് എൻക്വയറി ടു ഡിസ്ക്രൈബ്, എക്സ്പ്ലെയിൻ, പ്രെഡിക്റ്റ് ആൻഡ് കൺട്രോൾ ദ ഒബ്സർവ്ഡ് ഫിനോമിനൻ. അപ്പൊ നമ്മൾ പറയുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ആ പ്രോബ്ലത്തെയാണ് ഒബ്സർവ്ഡ് ഫിനോമിനൻ ആയിട്ട് പറയുക. ആ പ്രോബ്ലത്തെ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് എൻക്വയറിയിലൂടെ നമ്മൾ അതിനെ വിശദീകരിക്കും, വിലയിരുത്തും, അതിന് നമുക്ക് കുറച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ ചേരുന്ന ഒരു സയന്റിഫിക് എൻക്വയറി, ശാസ്ത്രീയമായ അന്വേഷണത്തെയാണ്, അല്ലെങ്കിൽ ശാസ്ത്രീയ അന്വേഷണാത്മക പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുക? റിസർച്ച് എന്ന് പറയുക, അഥവാ ഗവേഷണം എന്ന് പറയുക. ഇനി ഇതിനകത്ത് റിസർച്ചിനകത്ത് 2 അപ്രോച്ച് അല്ലെങ്കിൽ 2 മെത്തേഡ്സ് ആണ് വരുന്നത്. അതിലൊന്ന് ഇൻഡക്റ്റീവ് മെത്തേഡും മറ്റൊന്ന് ഡിഡക്റ്റീവ് മെത്തേഡും. അപ്പൊ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് പല പ്രാവശ്യവും ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ടു പർട്ടിക്കുലർ ആണ്. ഉദാഹരണത്തിന് നമുക്ക് എല്ലാ ആൾക്കാരെയും കുറിച്ചുള്ള വിവരം നമുക്കുണ്ട്. ഒരു സൊസൈറ്റിയിലെ എല്ലാ ആൾക്കാരെ കുറിച്ചുള്ള വിവരവും നമുക്കുണ്ട്. അപ്പൊ നമ്മൾ എന്താ നിഗമനത്തിൽ എത്തുക? അതിനകത്ത് വരുന്ന എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പിനും ആകെ ഗ്രൂപ്പിന്റെ സവിശേഷത ഉണ്ടാകും. അതാണ് പറയുക ജനറൽ ടു പർട്ടിക്കുലർ. വി ആർ അവെയർ അബൌട്ട് ജനറൽ ഇൻഫർമേഷൻ ഓർ information about all the population, all the elements in population, right? Then from there we are deducting our own inference that is based on the sample group. അതാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. പൊതുവായതിൽ നിന്നും നാമമാത്രമായതിലേക്ക് പോകുന്ന ഒരു മെത്തേഡാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതേസമയം ഇൻഡക്റ്റീവ് മെത്തേഡ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും ജനറലൈസേഷൻ വരും. ഇവിടെ നെറ്റിന്റെ ക്വസ്റ്റ്യൻ വരുന്ന പോലെ ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നതാണ്? ജനറലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് പലപ്പോഴും റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുക? ഓവറോൾ എലമെന്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ പലരും കുക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അറിയാം, റൈസ് കുക്കായോ എന്ന്, അരി പാകമായോ അല്ലെങ്കിൽ ചോറ് വെന്തോ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? ഫുള്ള് തിന്ന് നോക്കിയിട്ടല്ല പറയുന്നത് ചോറ് കൊള്ളായിരുന്നു എന്തെന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യും? അതിൽ നിന്ന് 1-2 എടുത്ത് നോക്കും. ആ 1-2 എന്ന് പറയുന്നത് നമുക്കുള്ള അവയർനെസ് ആണ്. ആ അവയർനെസ്സിൽ നിന്ന് നമ്മൾ എന്ത് പറയുന്നു? ജനറലൈസേഷൻ പറയും. അപ്പോ ക്വസ്റ്റ്യന്റെ പോയിന്റ് ഇതാണ്, ജനറലൈസേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന റിസർച്ച് മെത്തേഡ് ഏതാ? ഇൻഡക്റ്റീവ് മെത്തേഡ്. ജനറലൈസേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡ് ആണ്. പേഴ്സണലൈസേഷന് വേണ്ടി അല്ലെങ്കിൽ വ്യക്തിഗതമായ ഗവേഷണത്തിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഡിഡക്റ്റീവ് മെത്തേഡ്. ഉദാഹരണത്തിന് ഞാനൊരു അധ്യാപകനാണ്. അപ്പൊ അധ്യാപകർക്കുള്ള കുറേ സവിശേഷതകൾ ഉണ്ടാകും. അത് കോമൺ ആണ്, ജനറൽ ആണ്. അപ്പൊ ഞാനൊരു അധ്യാപകനായതുകൊണ്ട് ആ സവിശേഷതകൾ എനിക്കും ഉണ്ടാകും. അതാണ് എന്ത്? ഡിഡക്റ്റീവ് അപ്രോച്ച്. അതാണ് ഡിഡക്റ്റീവ് അപ്രോച്ച്. മനസ്സിലായില്ലേ? അതായത് പൊതുവെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് പോകുന്നു? നാമമാത്രമായതിലേക്ക് പോകുന്നതാണ് ഡിഡക്റ്റീവ്. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തിപരമായ വിവരങ്ങളുണ്ട്, മൈക്രോ ഇൻഫർമേഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് പോകുന്നു? മാക്രോ ഇൻഫർമേഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മാക്രോ ഇൻഫറൻസ് ക്രിയേഷനിലേക്ക് പോകുന്നു. സ്ഥൂലമായ നിഗമന രൂപീകരണത്തിലേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? എന്തെങ്കിലും അഭിപ്രായം ഉണ്ടാവും? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? അടുത്തൊരു കാര്യം, അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞ 2 പോയിന്റ്, ഒന്ന് ഇൻഡക്റ്റീവ് അപ്രോച്ചും ഡിഡക്റ്റീവ് അപ്രോച്ചും, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും സയന്റിഫിക് റിസർച്ചിന്റെ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എൻക്വയറിയുടെ പാർട്ടാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. സിസ്റ്റമാറ്റിക് എൻക്വയറിയുടെ പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് സിസ്റ്റമാറ്റിക് എൻക്വയറി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് ഇത് രണ്ടും തരും. പിന്നെ മിക്സഡ് അപ്രോച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഓപ്ഷൻ നോക്കണം.
ഇത് ക്വസ്റ്റ്യന്റെ ഭാഗമാണ്, ഇത് യഥാർത്ഥത്തിൽ ഓപ്ഷൻ അല്ല. നെറ്റിനെ സംബന്ധിച്ച് എ എന്ന് പറയുന്നത് ചിലപ്പോൾ ഓപ്ഷൻ എ ആൻഡ് ബി, 1 and 2. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1 and 2 ആയിരിക്കും. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 1, 2 and 3 ആയിരിക്കും. ഇപ്പോൾ ഡിജിറ്റൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. OMR ആകുന്ന സമയത്ത് കറുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറ്റി കറുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞു എന്ന് കരുതി പെട്ടെന്ന് പോകരുത്. ഫുൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ റൈറ്റിലേക്കോ അല്ലെങ്കിൽ ഡൗണിലേക്കോ സ്ക്രോൾ ചെയ്ത് ഫുൾ വായിച്ചു നോക്കി ക്വസ്റ്റ്യൻ തീർന്നു എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ആൻസറിലേക്ക് പോകാം. അപ്പൊ ഈ ഒരു കാര്യം അതിൽ പ്രധാനപ്പെട്ടതാണ്. ദെൻ മൂവിംഗ് ടു ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പോണന്റ് എല്ലാം കൂടെ ചേർത്ത് വയ്ക്കുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. 1, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. രണ്ടാമത്തത് ഒരു പർപ്പസീവ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. നമ്മൾ വെറുതെ പോയി ചെയ്യുന്ന കാര്യമല്ല റിസർച്ച് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ പർപ്പസീവ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തൊക്കെ എയിം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ഇന്റർപ്രിറ്റ് ചെയ്യാറുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. എന്തിന്? ഒരു പർട്ടിക്കുലർ ഫിനോമിന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫിനോമിനയെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവിടെ ഇന്റർപ്രിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യും. പല രീതിയിൽ വരും. അതാണ് ബ്ലൂംസ് ടാക്സോണമി ലെവൽ എന്ന് പറയുന്നത്. അത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുന്ന അധ്യാപകൻ പറയും. അതായത് ഇതിനിടയ്ക്ക് വായി വന്നതുകൊണ്ട് ഞാൻ പറയാം. ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ നോളജ് ലെവലിന്റെ ഡെപ്തിനെ കാണിക്കാനാണ് നമ്മൾ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്ന ആശയം ഉപയോഗിക്കുന്നത്. ബെഞ്ചമിൻ ബ്ലൂം ആണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു 6 സ്റ്റേജസ് ഉണ്ട്. അപ്പൊ അതിൽ ലോവർ സ്റ്റേജ് ആകുമ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ കൊഗ്നിഷൻ ലെവലാണ് ലോവർ എന്ന് പറയുന്നത്. ഹയർ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കില്ലാണ്, സിന്തസിസ് അല്ലെങ്കിൽ സ്കിൽ ലെവലാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ പോകും. അപ്പൊ റിമെമ്പർ, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേഷൻ, ഇങ്ങനെ 6 ലെവലാണ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഉള്ളത്. അപ്പൊ ആ ബ്ലൂംസ് ടാക്സോണമി വെബ്സ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ റിസർച്ചിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട്. സാധാരണ നമ്മൾ പറയുന്നത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, മറ്റൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യുക, അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് ഒരു സയന്റിഫിക് ഫിനോമിനൻ. നെക്സ്റ്റ് ഇതൊരു സയന്റിഫിക് മെത്തേഡാണ്. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാൻ പറ്റുന്നതാണ്, നമുക്ക് പലപ്പോഴും റിസർച്ച് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് ലോജിക്കൽ. നമ്മളിപ്പോൾ റിസർച്ചിൽ പരസ്പരം ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ് എടുക്കും. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറച്ച് കൺസംഷൻ പാറ്റേണും ഇൻകം പാറ്റേണും നോക്കുകയാണ്. കുറെ ആൾക്കാരുടെ ഇൻകം കൂടി, അപ്പൊ എന്ത് ചെയ്യുന്നു? അവരുടെ കൺസംഷൻ കൂടിയോ കുറഞ്ഞു എന്നാണ് നോക്കുന്നത്. അപ്പൊ ഇൻകം കൺസംഷൻ ഇന്റർ റിലേറ്റഡ് ആണ്. അല്ല ഒരിക്കലും എന്റെ കൺസംഷനും ഞാൻ ഉറങ്ങിയ സമയവും എടുത്ത് വെച്ച് പഠിക്കാൻ പറ്റില്ല. അത് ഇന്റർ റിലേറ്റഡ് അല്ല. ആ ഒരു ലോജിക്കൽ കണക്ഷൻ എന്തിനുണ്ടാവണം? നമ്മൾ എടുക്കുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ ആ റിസർച്ച് പ്രോസസ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേരിയബിൾസിനകത്ത് ഉണ്ടാകും. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ അനാലിസിസ് നടത്തുക, നമ്മുടെ ഇൻഫറൻസിനെ വാലിഡേറ്റ് ചെയ്യുക. അവിടെയാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്ന പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്ന റിസർച്ചിന്റെ ഇൻഫറൻസ് അഥവാ അതിന്റെ കൺക്ലൂഷൻ എന്ത് ചെയ്യലാണ്? വാലിഡേറ്റ് ചെയ്യലാണ്. അത് കറക്റ്റ് ആണോ, ഇന്ത്യൻ പോപ്പുലേഷൻ ആപ്ലിക്കബിൾ ആണോ, അതല്ലാതെ റിജക്ട് ചെയ്യണമെങ്കിൽ ഏത് ലെവലിലാണ് റിജക്ട് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ കണ്ടെത്തലാണ് എന്ത് ഈ റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയും. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Then okay, this is also very easy. You can take a snapshot. Characteristics of research. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. Then ഈ ഒരു പോയിന്റ് സ്ലൈഡ് തൊട്ട് അടുത്തൊരു 3-4 സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നുകിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കും, അല്ലെങ്കിൽ ഒരു അപ്രോച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് ചോദിക്കും. ടൈപ്സ് ഓഫ് റിസർച്ചും മെത്തേഡ്സ് ഓഫ് റിസർച്ചും രണ്ടും ഡിഫറെന്റ് ആണ്. എന്നാൽ ഇത് തമ്മിൽ ചെറിയ ഇന്റർ കണക്ഷൻ ഉണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് റിസർച്ചിലെ ബേസിക് റിസർച്ച് അല്ലെങ്കിൽ പ്യൂർ റിസർച്ച്, ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ടൈപ്പ്. അവിടുത്തെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻക്രീസ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എ ഫിനോമിനൻ വിത്തൗട്ട് എനി ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഒന്നുമില്ല. നമുക്കൊരു സിറ്റുവേഷനെ കുറിച്ച് എന്ത് ചെയ്യണം? ഒരു നോളജ് സ്ട്രെങ്തൻ ചെയ്യണം. നമ്മുടെ നോളജ് നമുക്ക് കുറച്ചുണ്ട്, അതിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യലാണ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ബേസിക് റിസർച്ച് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുക. ഇതിനെ എന്തും പറയാറുണ്ട്? പ്യൂർ റിസർച്ച് എന്നും പറയാറുണ്ട്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചോദിക്കുക, ബേസിക് റിസർച്ച് ഈസ് ഓൾസോ നോൺ ആസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിലൊരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടിപ്പിക്കലി എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഡ്രിവൺ ആയിരിക്കും. എക്സ്പ്ലോറേറ്ററി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡയമെൻഷന്റെ ഒരു കാര്യം നമുക്ക് അറിയായിരിക്കും, അതിന്റെ ഒരു മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നു. അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് നമുക്ക് അറിയായിരിക്കും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ കമ്പോണന്റ് കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ള റിസർച്ച് ആണ് എന്ത്? ബേസിക് റിസർച്ച് എന്ന് പറയുക. ഉദാഹരണത്തിന് ഞാനൊരു എന്റെ കൺസംഷൻ, എന്റെ ഉപഭോഗത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, എന്റെ ഇൻകം, എന്റെ വരുമാനം എന്റെ ഉപഭോഗത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയണം മറ്റെന്തെല്ലാം ഘടകങ്ങൾ കൂടി എന്റെ വരുമാനത്തെ ബാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാം. അത് ചിലപ്പോൾ എന്തായിരിക്കും? എനിക്ക് എന്റെ അയൽവാസികളെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സ്വഭാവം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, എന്റെ അഭിരുചിയും താല്പര്യങ്ങളും മാറുന്നതായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ഒരു ബേസിക് നോളജ് ഉള്ളതിൽ നിന്ന് നമ്മൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനെയാണ് ബേസിക് റിസർച്ച് അല്ലെങ്കിൽ പ്യൂർ റിസർച്ച് എന്ന് പറയുന്നത്. നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യുക, നോളജ് ബിൽഡ് ചെയ്യുക. ഇത് രണ്ടും റിസർച്ചിൽ ഡിഫറെന്റ് ആണ്. നോളജ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുക എന്ന് പറയുന്നതും നോളജ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നതും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ബേസിക് റിസർച്ചിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്തേ ഉള്ളൂ? നോളജ് ഇൻക്രീസ് ചെയ്യുക.
ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ഒരു ഡിസൈൻ ഒബ്സർവേഷനിലായിരിക്കും. അപ്പൊ എന്നെ കുറിച്ച് ഞാനായിരിക്കില്ല റിസർച്ച് നടത്തുന്നത്, ഞാൻ വേറൊരാളെ കുറിച്ച് മിസ്റ്റർ എക്സിനെ കുറിച്ച് ഞാൻ പഠിക്കും. അപ്പൊ അയാൾ എങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുന്നു, ഇത് ഒബ്സർവേഷൻ. അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ ഡ്രിവൺ ആയിരിക്കും. പണ്ട് ആരൊക്കെയോ ഇങ്ങനെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയുന്ന കാര്യത്തിലും അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റിലും ആപ്ലിക്കബിൾ ആണോ എന്നോ, അതാണ് തിയറി ഓറിയന്റഡ് എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോ ഇതൊരു എക്സ്പെരിമെന്റ്സ് ഓറിയന്റഡ് ആവുമ്പോൾ ഒബ്സർവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ തിയററ്റിക്കൽ മോഡലിംഗ് ആവും, നമ്മൾ പ്യൂർലി തിയററ്റിക്കൽ ഓറിയന്റഡ് റിസർച്ച് ഡിസൈൻ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ അപ്ലൈഡ് വരുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു സയന്റിഫിക് പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂവിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന്. ഒരു സയന്റിഫിക് പ്രോബ്ലം അതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഓറിയന്റഡ് ആണ്. ഫസ്റ്റ് പറഞ്ഞ ബേസിക് റിസർച്ച് എന്തില്ല, നമുക്ക് പ്രോബ്ലം ഓറിയന്റഡ് അല്ല. അവിടെ നമ്മുടെ എയിം എന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി ആണ്. നമുക്ക് കൂടുതൽ കമ്പോണന്റ് അല്ലെങ്കിൽ കൂടുതൽ നോളജ് അക്വയർ ചെയ്യുക, നോളജ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നതാണ്. അവിടെ പ്രോബ്ലം സോൾവിങ് ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അപ്രോച്ചിന്റെ എയിം അല്ല. ഓക്കെ, പക്ഷേ അപ്ലൈഡ് റിസർച്ച് ആകുമ്പോൾ അവിടെ നമ്മളൊരു പ്രോബ്ലം സോൾവിംഗ് ആണ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് റിസർച്ച് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, അതിന് നമ്മൾ മൂന്നാമതൊരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് യൂസ് ചെയ്യുകയാണ്. അതാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി അപ്ലൈഡ് റിസർച്ചിലേക്ക് വരുമ്പോൾ ഇതിന് രണ്ട് കമ്പോണന്റ് വരും. അതിലൊന്ന് എക്സ്പെരിമെന്റൽ റിസർച്ചും മറ്റൊന്ന് നോൺ എക്സ്പെരിമെന്റൽ റിസർച്ചും ആണ്. അപ്പൊ എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. സർട്ടൻ കോണ്ടെക്സ്റ്റ് അതിൽ രണ്ടും വാലിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് കോണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ എക്സ് ആണ് വാലിഡ് അല്ലെങ്കിൽ വൈ ആണ് വാലിഡ് എന്ന് നമുക്കറിയാം. പക്ഷെ ഇത് നമുക്ക് വെറുതെ പറയാൻ പറ്റില്ലല്ലോ, എക്സ് ആണ് കറക്റ്റ് അല്ലെങ്കിൽ വൈ ആണ് കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അവിടെ നമുക്ക് എന്ത് വേണം, ഒരു എക്സ്പെരിമെന്റ് നടത്തണം. എക്സ്പെരിമെന്റ് രണ്ട് കോണ്ടെക്സ്റ്റിലും വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സപ്പോസ് എക്സും വൈയും രണ്ട് പ്രോബ്ലം ആണെന്ന് കരുതുക. അപ്പൊ ഈ എക്സും വൈയും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ്പെരിമെന്റ് നടത്തുക. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള അപ്രോച്ചിലേക്ക് പോകുന്നത്. അതാണ് ഒരു റിസർച്ച് ഡിസൈനിന്റെ ഒരു കമ്പോണന്റ്. രണ്ടാമത്തെ നോൺ എക്സ്പെരിമെന്റൽ ആണ്. നോൺ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഗവൺമെന്റ് പോളിസികൾ വരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാര്, അവർക്ക് നല്ല ബോധമുള്ള ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്യും, ഇതിനെ എതിർക്കും. അല്ലെ, അത് എപ്പോഴും ശരിയാവണമെന്നല്ല ഞാൻ പറഞ്ഞത്. നോൺ എക്സ്പെരിമെന്റിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണം ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഹൈവേ വന്ന സമയത്ത് ഈ ഇത്രയും ഉയരത്തിൽ മണ്ണിട്ട് കെട്ടിപ്പൊക്കി നിർത്തുന്നതിനെ കുറച്ച് എഞ്ചിനീയർമാർ ഉൾപ്പെടെ എന്ത് ചെയ്തു, എതിർത്തു. അവർ എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണോ എതിർത്തത്? അല്ല, അവരുടെ പ്രീവിയസ് നോളജിനെ ബേസ് ചെയ്ത് വരും. അവിടെ എക്സ്പെരിമെന്റ് ഇല്ല, പക്ഷെ അവരുടെ പ്രീവിയസ് നോളജ് അവർ എന്ത് ചെയ്യും, ഒരു കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെ വരുന്നതാണ് എന്ത്, നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയും. അപ്പൊ അപ്ലൈഡ് റിസർച്ചിന് രണ്ട് ഡയമെൻഷൻ ആണുള്ളത്. ഒന്ന് എക്സ്പെരിമെന്റൽ റിസർച്ച്, മറ്റൊന്ന് നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച്. എക്സ്പെരിമെന്റൽ റിസർച്ച് ആകുമ്പോൾ വി ഫ്രെയിം ദി ഇൻഫറൻസസ് ബേസ്ഡ് ഓൺ ദി സയന്റിഫിക് എക്സ്പെരിമെന്റ്. സയന്റിഫിക് എക്സ്പെരിമെന്റിലൂടെ നമ്മൾ ഇൻഫറൻസ് ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ അതെന്താണ് എക്സ്പെരിമെന്റൽ റിസർച്ചും. സയന്റിഫിക് എക്സ്പെരിമെന്റ് ഇല്ലാതെ പേഴ്സണൽ നോളജ് അല്ലെങ്കിൽ പ്രിഫറൻസ് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നോൺ എക്സ്പെരിമെന്റൽ റിസർച്ചുമാണ് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രീവിയസ് നോളജിനെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മെത്തേഡ് വരുമ്പോൾ സിമ്പിൾ ആണ്. ഒന്നുകിൽ സർവേ അപ്രോച്ച് ആയിരിക്കും, അല്ലെങ്കിൽ കേസ് സ്റ്റഡി ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്, ജനറലി സയന്റിഫിക് അല്ലെങ്കിൽ ലബോറട്ടറി ഓറിയന്റഡ് റിസർച്ച് ആയിരിക്കും. അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും പരിചയമുള്ളതാണ്. പക്ഷെ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അത് രണ്ടിന്റെയും മെത്തഡോളജിക്കൽ ഡിഫറൻസ് ആണ്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ്, മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് റിസർച്ചുമാണ്. രണ്ടിന്റെയും ഫ്രെയിംവർക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആയാലും ക്വാളിറ്റേറ്റീവ് ആയാലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു, നമ്മുടെ ഒപ്പീനിയൻ കളക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കമ്പോണന്റ് എല്ലാം കളക്ട് ചെയ്യുന്നു. അതിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ക്വാണ്ടിഫയബിൾ ആണ്, നമുക്ക് ന്യൂമറിക്കൽ ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നും. അതല്ല പെർസെപ്ഷനിലാണ്, ഉദാഹരണത്തിന് ബിഹേവിയർ പോലെ, ഒപ്പീനിയൻ പോലെ, മോട്ടിവേഷൻ പോലെയുള്ള ക്വാളിറ്റേറ്റീവ് പെർസ്പെക്റ്റീവ് ആണെങ്കിൽ അത് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നും പറയും. അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ന്യൂമറിക്കൽ ആണ് അല്ലെങ്കിൽ ക്വാണ്ടിഫയബിൾ ആണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്, നോൺ ന്യൂമറിക്കൽ പെർസെപ്ഷൻസ് റാങ്ക് ആണെങ്കിൽ അത് ക്വാളിറ്റേറ്റീവ്. ഇതിലെ അപ്രോച്ച് ഡിഫറൻസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡിഡക്റ്റീവ് ആണ്, ജനറൽ ടു പർട്ടിക്കുലർ ആണ്. നമുക്കൊരു ജനറൽ അവയർനെസ് ഉണ്ടാകും, അതിൽ നിന്ന് നമ്മൾ പർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് പോകുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. പക്ഷെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവിനകത്ത് നമുക്ക് സ്ട്രക്ചേർഡ് ഡേറ്റ കളക്ഷൻ ആയിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് നമ്മൾ കൂടുതലായിട്ട് എന്ത് കൊടുക്കില്ല, മൾട്ടിപ്പിൾ ഓപ്ഷൻ കൊടുക്കില്ല. ഇപ്പൊ നമ്മൾ ഇൻകം കളക്ട് ചെയ്യാനായിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ മന്ത്ലി ഇൻകം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ എൻഡഡ് ആക്കില്ല, പകരം എന്ത് ചെയ്യും, ഒരു ഇന്റർവെൽ കൊടുക്കും. 50K to 75K അല്ലെങ്കിൽ 50K to 60K എന്ന് പറഞ്ഞ ഇന്റർവെൽ കൊടുക്കും. അതാണ് സ്ട്രക്ചേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ക്വാളിറ്റേറ്റീവ് ആകുമ്പോൾ ഓപ്പൺ എൻഡഡ് ആയിരിക്കും. നമുക്ക് തീമാറ്റിക് അനാലിസിസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ക്വാളിറ്റേറ്റീവ് സാധാരണയായിട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും വലിയ ഡിഫറൻസ് വരുന്ന ഇനി പറയുന്ന കാര്യത്തിലാണ്, അതായത് ഡിസൈനും മെത്തഡോളജിയുമാണ്. ജനറലി നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ കോറിലേഷണൽ റിസർച്ച് ആണ്. പ്രധാനമായിട്ടും അനലിറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തായിരിക്കും എന്ത് പോവുക, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പോവുക. അനലിറ്റിക്കൽ സ്ട്രാറ്റജി, അതായത് കോറിലേഷൻ, റിഗ്രഷൻ അനാലിസിസിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പോവുക.
അതേസമയം ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആകുമ്പോൾ എക്സ്പ്ലറേറ്ററി ആണ്. നമ്മൾ കൂടുതലായിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഡിറ്റർമിനൻസ്, അതിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഇതെല്ലാം അനലൈസ് ചെയ്ത് കൂടുതൽ എക്സ്പ്ലറേറ്ററി ആയിരിക്കും. അതോടൊപ്പം തന്നെ എന്തായിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും മീൻ വാല്യൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള തീമാറ്റിക് അനാലിസിസ് ആയിരിക്കും ഇവിടെ ചെയ്യുക, ക്വാളിറ്റേറ്റീവിനകത്ത് ചെയ്യുന്നത്. ദെൻ മെത്തേഡ് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവിൽ സാധാരണ ക്വാളിറ്റേറ്റീവിൽ എന്ത് ചെയ്യാറില്ല, എക്സ്പെരിമെന്റ്സ് നടത്താറില്ല. നോൺ എക്സ്പെരിമെന്റൽ ആണ് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവിലാണ് നമ്മൾ സാധാരണയായിട്ട് എക്സ്പെരിമെന്റ്സ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സർവേ യൂസ് ചെയ്യുക. ഇവിടെ ആകുമ്പോൾ ക്വാളിറ്റേറ്റീവിലാകുമ്പോൾ ഇന്റർവ്യൂ ആയിരിക്കും. അപ്പോൾ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, കണ്ടന്റ് അനാലിസിസ് ഇതെല്ലാം ആയിരിക്കും ക്വാളിറ്റേറ്റീവിൽ വരുന്ന. ഇതിന്റെ ഡിസൈനും മെത്തഡോളജിക്കൽ ഫ്രെയിംവർക്കും പല പ്രാവശ്യം ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള കാര്യമാണ്. ദെൻ ടൈപ്സ് ഓഫ് റിസർച്ചിൽ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവും എക്സ്പ്ലനേറ്ററിയുമാണ്. ഇതിൽ ഒരു ചെറിയൊരു പോയിന്റ് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, എക്സ്പ്ലനേറ്ററിയും എക്സ്പ്ലറേറ്ററിയും ഉണ്ട്, രണ്ടും രണ്ടാണ്. എക്സ്പ്ലറേറ്ററി റിസർച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡയമെൻഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്പ്ലറേറ്ററി, അല്ലെങ്കിൽ നമ്മൾ ബേസിക് റിസർച്ചിലും ഇതിന്റെ ഒരു ഡയമെൻഷൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി എക്സ്പ്ലറേറ്ററി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് എക്സ്പ്ലറേറ്ററി റിസർച്ചിന്റെ, ഞാൻ പറയുന്നത് എക്സ്പ്ലനേറ്ററി അല്ല, എക്സ്പ്ലറേറ്ററി റിസർച്ചിന്റെ എയിം എന്ന് പറയുന്നത് നോളജ് സ്ട്രെങ്തൻ ചെയ്യലാണ്. അവിടെ നമ്മൾ എന്ത് നോക്കില്ല, റീസൺസോ കോസ് ആൻഡ് എഫക്ട് റിലേഷനോ എക്സ്പ്ലറേറ്ററി റിസർച്ചിൽ നോക്കില്ല. അപ്പൊ ഈ റീസൺസും കോസ് ആൻഡ് എഫക്ട് റിലേഷനും ഒക്കെ നോക്കുന്നത് എവിടെയാണ്, എക്സ്പ്ലനേറ്ററി റിസർച്ചാണ്. എക്സ്പ്ലനേറ്ററി റിസർച്ചിലാണ് നമ്മൾ റീസൺ, അതുപോലെ തന്നെ എന്ത് റീസൺസ് ബിഹൈൻഡ് ദി ഫിനോമിന നമ്മൾ നോക്കുന്നത് എക്സ്പ്ലനേറ്ററി റിസർച്ച് ആണ്, അല്ലെങ്കിൽ ഡിറ്റർമിനൻസ്. ഈ എക്സ്പ്ലനേറ്ററി റിസർച്ച് ഒരു ടൈപ്പ് റിസർച്ച് ആണോ? അതെ അതെ, രണ്ട് ടൈപ്പാണ്. എക്സ്പ്ലറേറ്ററി വേറൊരു ടൈപ്പാണ്, എക്സ്പ്ലനേറ്ററി വേറൊരു ടൈപ്പ് റിസർച്ച് ആണ്. ഓക്കെ, എക്സ്പ്ലറേറ്ററിയിൽ നമ്മൾ കോസ് ആൻഡ് എഫക്ട് റിലേഷൻ നോക്കാറില്ല. നമ്മുടെ നോളജ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റിസർച്ച് ഡിസൈൻ ഫ്രെയിംവർക്ക് ആണ് എക്സ്പ്ലറേറ്ററി. സാധാരണയായിട്ട് ക്വാളിറ്റേറ്റീവ് ഡയമെൻഷനിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്യുവർ ഓർ ബേസിക് റിസർച്ച്, ഫണ്ടമെന്റൽ റിസർച്ചിനകത്തും എക്സ്പ്ലറേറ്ററി റിസർച്ച് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ എന്ത് നോക്കില്ല, എക്സ്പ്ലറേറ്ററിയിൽ കോസ് ആൻഡ് എഫക്ട് റിലേഷൻ നോക്കില്ല. ഇപ്പം വരുമാനം കൂടിയപ്പോ ചെലവ് കൂടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ നോക്കില്ല, എക്സ്പ്ലറേറ്ററിയിൽ നോക്കില്ല. അതെല്ലാം നോക്കുന്നത് എക്സ്പ്ലനേറ്ററിയിലാണ്. അതിപ്പോ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്ന ആ ഒരു കമ്പോണന്റിലാണ് ഈ കോസ് ആൻഡ് എഫക്ട് റിലേഷൻ, അതുപോലെ തന്നെ റീസൺസ് ബിഹൈൻഡ് ദി ഫിനോമിനൻ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുക. അതായത് എക്സ്പ്ലനേറ്ററി റിസർച്ച് കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേറ്റീവ് ആണ്, അതുപോലെ അനലിറ്റിക്കൽ ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ടല്ലോ, ഈ അനോവ, അൻഗോവ, കൈസ്ക്വയർ, ഇങ്ങനത്തെ റിസർച്ച് നമ്മൾ മീൻസ് അനലിറ്റിക്കൽ ടൂൾസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എക്സ്പ്ലനേറ്ററി റിസർച്ചിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എക്സ്പ്ലനേറ്ററിയിൽ 3 പോയിന്റ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനായിട്ടുണ്ട്. ഒന്ന്, കോസ് ആൻഡ് എഫക്ട് റിലേഷൻ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഡിറ്റർമിനൻസ്, വിച്ച് മീൻസ് ടു ഐഡന്റിഫൈ ദ റീസൺസ് ബിഹൈൻഡ് എ ഫിനോമിനൻ ഓർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എ ഫിനോമിനൻ. ഇതറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലനേറ്ററി റിസർച്ച് യൂസ് ചെയ്യും. രണ്ടാമത് ഇതിനകത്തുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്തായിരിക്കും, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യും. മൂന്നാമത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ കോസി എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ആയിരിക്കും. അതോടൊപ്പം ഈ കേസ് സ്റ്റഡീസ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ബാക്ക് എൻഡ് സപ്പോർട്ടിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റൽ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കേസ് സ്റ്റഡീസ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ഗവൺമെന്റ് പോളിസീസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് പുതിയ പുതിയ പോളിസികൾ കൊണ്ടുവരുന്നത്, ഒരു റിസർച്ചിനെ ബേസ് ചെയ്തായി അല്ലേ. അപ്പൊ നിലവിലുള്ള ഒരു പോളിസിയുടെ ഡ്രോബാക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിസർച്ച് ഏതായിരിക്കും, എക്സ്പ്ലനേറ്ററി റിസർച്ച് ആണ്. അപ്പൊ നിലവിലൊരു പോളിസി ഒന്നും, ഒരു എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ആ എഡ്യൂക്കേഷൻ പോളിസിക്ക് ഇന്ന ഡ്രോബാക്ക് ഉണ്ടെന്നും പുതിയ ഈ മാറി വരുന്ന കോണ്ടെക്സ്റ്റിൽ പുതിയ പോളിസി ആവശ്യമാണ്, അതിന് ഇന്ന കാരണങ്ങൾ ഉണ്ട് എന്നും കണ്ടെത്തണമെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ ന്യൂ പോളിസി ഇനിഷ്യേറ്റീവിന് വേണ്ടി നമുക്ക് സാധാരണയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന റിസർച്ച് ഫ്രെയിം എന്ന് പറയുന്നത് എക്സ്പ്ലനേറ്ററി റിസർച്ച് ഫ്രെയിമാണ്. ദെൻ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ പ്യൂർ റിസർച്ചിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുക. ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ റിലേറ്റഡ് കമ്പോണൻസ് നമ്മൾ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത് ചിലപ്പോൾ ഒബ്സർവേഷനിലായിരിക്കും, അല്ലെങ്കിൽ ഫാക്ച്വൽ റിപ്പോർട്ടിംഗ് ബേസ് ആയിരിക്കും, ഡേറ്റ ഡ്രിവൺ ആയിരിക്കും. രണ്ട് രീതിയിൽ വരാറുണ്ട്. ക്വാളിറ്റേറ്റീവ് ഡയമെൻഷൻ ആണെങ്കിൽ ഒബ്സർവേഷനിലായിട്ട് വരാറുണ്ട്, അല്ല ക്വാണ്ടിറ്റേറ്റീവ് ഡയമെൻഷനിലാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫാക്ച്വൽ ആയിട്ട് വരാറുണ്ട്. ഇനി നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇതിനകത്ത് തന്നെ ഈ പല റിസർച്ചിനെ ഇന്റർലിങ്ക് ചെയ്ത് വരും. ഉദാഹരണത്തിന് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ചിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യം എന്തോ, ഒരു എക്സ്പെരിമെന്റൽ ഫ്രെയിംവർക്ക് ആണ്, അല്ലെങ്കിൽ നോൺ എക്സ്പെരിമെന്റൽ ഫ്രെയിംവർക്ക് വരാറുണ്ട്, പക്ഷേ ഒരു പ്രോബ്ലം സൊല്യൂഷൻ ആണ്. അപ്ലൈഡ് റിസർച്ചിനകത്ത് തന്നെ എക്സ്പ്ലനേറ്ററിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എക്സ്പ്ലറേറ്ററിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ചെയിൻ റിലേഷൻ കണക്ക് നമുക്ക് പല റിസർച്ച് വരും. അതൊക്കെ ലേറ്റസ്റ്റ്. പക്ഷേ ഇതാണ് കോർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും, ഇന്റർലേറ്റ് ചെയ്ത് വരാറുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഞാൻ കണ്ടു, പക്ഷെ അത് ഏതിനാണെന്നും കറക്റ്റ് ഓർമ്മിക്കുന്നില്ല. ഈ ഇന്റർലേറ്റ് ചെയ്ത് വരുന്ന റിസർച്ചിന്റെ ക്വസ്റ്റ്യൻ
നെക്സ്റ്റ് കോറിലേഷണൽ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ആണ്. അപ്പൊ ഇവിടെ കോറിലേഷൻ ആകുമ്പോൾ സാധാരണ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡേറ്റ ബേസ് ചെയ്താണ് കോറിലേഷൻ റിസർച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾസ് ആൾറെഡി അല്ലെങ്കിൽ തിയററ്റിക്കലി അതിന്റെ റിലേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. അതിൽ എത്രത്തോളം ഇന്റൻസിറ്റി ഉണ്ട്, ആ റിലേഷൻ എത്രത്തോളം ഇന്റൻസിറ്റി ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ കോറിലേഷൻ റിസർച്ച് യൂസ് ചെയ്യും. ഉദാഹരണത്തിന് ഇൻകവും കൺസംഷനും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. ആ റിലേഷൻ എത്രത്തോളം ഡെപ്ത് ആണ്, ഡീപ്പ് റിലേഷൻ ആണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ കോറിലേഷണൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. എക്സ്പെരിമെന്റൽ റിസർച്ചിലേക്ക് പോകുമ്പോൾ aim to manipulate independent variables to observe their effect on a dependent variable. Okay, അതായത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ എന്റെ കൺസംഷൻ ഇൻകം മാറുമ്പോൾ എന്റെ കൺസംഷൻ മാറുന്നു എന്ന് എനിക്കറിയാം. ഇൻകത്തോടൊപ്പം മറ്റേതെല്ലാം ഘടകങ്ങളാണ് എന്റെ കൺസംഷനെ സ്വാധീനിക്കുന്നത്. അപ്പൊ അവിടെ കൺസംഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ആ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്താണ് എന്റെ കൺസംഷൻ അഥവാ ഡിപ്പെൻഡന്റ് വേരിയബിൾ പോകുന്നത്. അപ്പൊ ഇൻകത്തോടൊപ്പം മറ്റെന്തെല്ലാം ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെന്ന് എനിക്കറിയാം. എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ ഭാഗമാണ് അല്ലെ. ഞാനിത് സൂചിപ്പിച്ചത് നമ്മുടെ അപ്ലൈഡ് റിസർച്ചിലെ രണ്ട് കമ്പോണന്റ് വരുന്നുണ്ട്, എക്സ്പെരിമെന്റലും നോൺ എക്സ്പെരിമെന്റലും വരുന്നുണ്ട്. അവിടെ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഈ എക്സ്പെരിമെന്റൽ റിസർച്ചിനെ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതൊരു സോഷ്യൽ സയൻസ് റിസർച്ച് അല്ലെങ്കിൽ കൊമേഴ്സ്, മാനേജ്മെന്റ്, എഡ്യൂക്കേഷൻ, ഇതിലൊക്കെ നമ്മൾ പോകുന്നത് ഒരു പൈലറ്റ് സ്റ്റഡി നടത്തും. അപ്പൊ നമുക്ക് തോന്നുന്ന കുറെ വേരിയബിളിനായിട്ട് ഇതിനകത്ത് നിന്ന് നമുക്ക് ഇൻഫ്ലുവൻസ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. അതിനാ പറയുന്നത് മാനിപ്പുലേറ്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഒരിക്കലും റിസർച്ചർ വീട്ടിൽ ഇരുന്നിട്ട് കുറെ വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ എടുക്കരുത്. കാരണം അങ്ങനെ ചെയ്യാറുണ്ട് ഈ മാനിപ്പുലേറ്റ് എന്നൊരു ടേം കാണുമ്പോൾ. അത് അങ്ങനെയല്ല. റിസർച്ചിന്റെ ഇനിഷ്യൽ പ്രോസസ്സിൽ നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു എന്നുള്ള മീനിങ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കൺട്രോൾഡ് സിറ്റുവേഷനിൽ ഈ വേരിയബിൾസ് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. ഉദാഹരണത്തിന് എനിക്ക് അറിയാവുന്നത് എന്റെ ഇൻകം കൺസംഷനെ അഫക്ട് ചെയ്യുന്നു. വാട്ട് അബൌട്ട് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, സാധനത്തിന്റെ വില, എന്റെ അഭിരുചി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ കൺസംഷനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള താല്പര്യമുണ്ടോ, അത് നമ്മൾ പറയാം ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നോക്കും. ഇതെല്ലാം നമ്മൾ പൈലറ്റ് സ്റ്റഡിക്ക് ഉൾപ്പെടുത്തും. അതിൽ റെസ്പോൺസ് വരുന്ന കാര്യം നമ്മൾ ഫാക്ടറായിട്ട് നിലനിർത്തും. റെസ്പോൺസ് ഇല്ലാത്ത കാര്യം നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കും. അങ്ങനെയാണ് നമ്മൾ ആ വേരിയബിളിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അല്ലാതെ റിസർച്ചർ വീട്ടിനകത്ത് ഇരുന്നിട്ട് കുറെ വേരിയബിൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന എന്ന അർത്ഥമല്ല ഇതിനകത്തുള്ളത്. ഇത് പലപ്പോഴും ഒരു മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ മാനിപ്പുലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എക്സ്പെരിമെന്റൽ റിസർച്ചിനകത്ത് നമ്മൾ എന്താ നോക്കുന്ന, മാനിപ്പുലേറ്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ടു ഒബ്സർവ് ദെയർ എഫക്ട് ഓൺ എ ഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ ആ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന പ്രോസസ് ആണ്. ഈ എക്സ്പെരിമെന്റൽ റിസർച്ച് ഏറ്റവും കൂടുതൽ ചേർന്ന് വരുന്നത് ഏത് റിസർച്ചുമായിട്ടാണ്, അപ്ലൈഡ് റിസർച്ചിനകത്താണ്. എക്സ്പെരിമെന്റൽ റിസർച്ച് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്ലൈഡ് റിസർച്ചിനകത്താണ്. ഇത് സാധാരണ പോളിസി ഇവാലുവേഷൻ പെർസ്പെക്റ്റീവ് നമ്മൾ എന്ത് ചെയ്യില്ല, ഈ എക്സ്പെരിമെന്റൽ റിസർച്ചിന് യൂസ് ചെയ്യാറില്ല. പോളിസി ഇവാലുവേഷൻ പെർസ്പെക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്പ്ലനേറ്ററി റിസർച്ച് ആണ്. ഇത് നാലും ഓൾമോസ്റ്റ് സിമിലർ ആണ്, പക്ഷെ കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. ഒന്ന് ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറയും. ക്രോസ് സെക്ഷൻ ആകുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡേറ്റ കളക്ടഡ് അറ്റ് എ സിംഗിൾ പോയിന്റ് ഒരു പോയിന്റിൽ നമ്മൾ ഒന്നിലേറെ കാര്യങ്ങളെ കുറിച്ച് ഡേറ്റ കളക്ട് ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ PhD ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ ആയിരിക്കും കളക്ട് ചെയ്യുക സാമ്പിൾ കൊഹർട്ടിൽ നിന്ന് അല്ലെ. അങ്ങനെ വരുന്നതാണ് എന്ത്, ക്രോസ് സെക്ഷണൽ ഡേറ്റ കളക്ടഡ് അറ്റ് എ സിംഗിൾ പോയിന്റ് ഓഫ് ടൈം ആണ്, പക്ഷെ അത് മൾട്ടിപ്പിൾ കമ്പോണന്റ് ആണ്. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി ആകുമ്പോൾ എക്സ്റ്റെൻഡഡ് പീരീഡ് ആണ്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ മിസ്റ്റർ എക്സിനെ കൺസിഡർ ചെയ്യുന്നു. ചിലപ്പോൾ അയാളിൽ നിന്ന് 2020 ഞാൻ ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവും. 22 വീണ്ടും ഞാൻ അയാളെ മീറ്റ് ചെയ്ത് കാണും. 25 ഞാൻ വീണ്ടും മീറ്റ് ചെയ്തിട്ടുണ്ടാവും. സാധാരണ ഇത് ചെയ്യുന്നത് ഇപ്പം എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ ചിൽഡ്രന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറാപ്പി അങ്ങനെയുള്ളതിനൊക്കെ പോകുമ്പോൾ ക്യുമുലേറ്റീവ് ഇൻഫ്ലുവൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമാണ് ക്യുമുലേറ്റീവ് ഡേറ്റാബേസ് എന്ന് പറയും. അതായത് ഒരാളുടെ അല്ലെങ്കിൽ സെയിം റെസ്പോണ്ടന്റ് പ്രീവിയസ് ഡേറ്റ ഉണ്ടാകും, അതൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ കറന്റ് ഡേറ്റ ഉൾപ്പെടെ നമുക്ക് ഉണ്ടായിരിക്കും. അതിനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്ഷൻ റിസർച്ച് ആണ്. ഇതിനകത്ത് ഒരു സ്പെസിഫിക് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഫ്രെയിംവർക്ക് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ആക്ഷൻ റിസർച്ച് എന്ന് പറയുക. ഉദാഹരണത്തിന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടീച്ചിങ് മെത്തേഡ് അത് എഫക്റ്റീവ് ആണോ അല്ലേ എന്ന് നോക്കണം. അത് നമുക്ക് എന്ത് ചെയ്യാം, ആക്ഷൻ റിസർച്ച് യൂസ് ചെയ്യാം. ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ആക്ഷൻ റിസർച്ചിന്റെ. ഈ എക്സാമ്പിൾ ആയിട്ട് തന്നെ പലപ്പോഴും ചോദിച്ചു. ദെൻ കേസ് സ്റ്റഡി റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഫിനോമിനൻ അല്ലെങ്കിൽ സ്പെസിഫിക് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അവരിൽ നിന്നുള്ള ഒരു ഇൻഡെപ്ത് അനാലിസിസ്. ഇപ്പം എനിക്കൊരു മിസ്റ്റർ എ ഉണ്ട്, അയാളെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്ക് പഠിക്കണം. എന്റെ ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റ് ആണ് മിസ്റ്റർ എയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ എനിക്ക് വേണം. ഓക്കെ, അങ്ങനെ എടുക്കുന്നതാണ് എന്ത്, കേസ് സ്റ്റഡി എന്ന് പറയും. അതൊരു വ്യക്തിയെ കുറിച്ചാകാം,
അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കുറിച്ചാകാം, അല്ലെങ്കിൽ ഒരു ഇവന്റിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കുറിച്ചാകാം. പലപ്പോഴും ഈ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ആൾക്കാർ ഒരു വ്യക്തിയെ കുറിച്ചുള്ള പഠനം എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല. കേസ് സ്റ്റഡിക്ക് 4 കമ്പോണന്റ് ആയിട്ടാണ് സാധാരണ പറയുക. ഒന്ന് ഇൻഡിവിജ്വൽ ബേസ്ഡ് കേസ് സ്റ്റഡി, ഗ്രൂപ്പ് ബേസ്ഡ് കേസ് സ്റ്റഡി, ഇവന്റ് ബേസ്ഡ് കേസ് സ്റ്റഡി ആൻഡ് സിറ്റുവേഷൻ ബേസ്ഡ് കേസ് സ്റ്റഡി. ഓക്കെ, ഈ ഗ്രൂപ്പ് ബേസ്ഡ് ആകുമ്പോൾ ഒരു ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആകാം, അല്ലെങ്കിൽ ഒരു ക്രീഡോ ക്ലാസ് അങ്ങനെയുള്ളതിനെ കുറിച്ചുള്ള പഠനമാകാം. ഇവന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എനി ഇവന്റ് റിലേറ്റഡ് ടു ഇത് പറയാം, അതുപോലെ തന്നെ കമ്പനി ബേസ് പറയാം, അതെല്ലാം ഇവന്റ് വരും. ദെൻ സിറ്റുവേഷൻ, ഒരു കോണ്ടെക്സ്റ്റുവൽ അനാലിസിസ് നമ്മൾ ചെയ്യുന്നതെല്ലാം കേസ് സ്റ്റഡി ആണെങ്കിൽ അതൊരു സിറ്റുവേഷൻ ബേസ്ഡ് കേസ് സ്റ്റഡി ആണെന്ന് പറയാം. ഓക്കെ, ദെൻ യൂണിഡിസിപ്ലിനറി ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി മെത്തഡോളജി. ഇതിൽ ഈ ഒരു ഫ്രെയിംവർക്ക് നമ്മൾ നോക്കുക, എന്തൊക്കെയാണ് ടെക്നിക്കൽ ഡിഫറൻസ് നോക്കുക. ഒരു സിംഗിൾ അക്കാഡമിക് ഡിസിപ്ലിൻ ആണെങ്കിൽ നമ്മൾ യൂണി ഡിസിപ്ലിനറി എന്ന് പറയും. മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് കംസ് ടുഗദർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയും. അതുപോലെ തന്നെ വരുന്ന കാര്യങ്ങളാണ് ട്രാൻസ് ഡിസിപ്ലിനറി. സാറിന് നെറ്റിൽ അങ്ങനെ വരാറില്ല, പക്ഷെ അതെന്ന് പറയുമ്പോൾ ഒന്നിലേറെ ഡിസിപ്ലിൻസിന്റെ ഇന്റർലിങ്കിങ് ആണ് ട്രാൻസ് ഡിസിപ്ലിനറിക്കകത്ത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ക്വസ്റ്റ്യനെയർ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ പ്രോസസ്. ഇതാണ് അതിന്റെ ഒരു സീക്വൻഷ്യൽ ഓർഡർ ആണ് ക്വസ്റ്റ്യനെയർ പ്രിപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനെയറിന്റെ പർപ്പസും അതുപോലെ തന്നെ ഗോളും ഇത് രണ്ടും ഔട്ട്ലൈൻ ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ ഏത് റിസർച്ച് ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്, അതിനെ മാച്ച് ചെയ്ത് വരുന്ന ഒബ്ജക്റ്റീവ് എന്താണ്, ആ ഒബ്ജക്റ്റീവ് നമ്മൾ എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് അതിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ടാർഗറ്റഡ് ഓഡിയൻസ്. ഫസ്റ്റ് ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ്സ്. പിന്നെ ചില ടെക്സ്റ്റിനകത്ത് ഡിഫൈൻ ദ റിസർച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയും. ഓക്കെ, കാരണം റിസർച്ച് ക്വസ്റ്റ്യൻ ഡിഫൈൻ ചെയ്തിട്ടാണ് റിസർച്ച് ഒബ്ജക്റ്റീവിലേക്ക് പോകുന്നത്. ദെൻ ഐഡന്റിഫൈ ദ ടാർഗറ്റഡ് ഓഡിയൻസ്. ആരിൽ നിന്നാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത്? ഓക്കെ, ഹൂ ഈസ് സപ്പോസ് ടു ഫിൽ ദിസ് ക്വസ്റ്റ്യൻ. ദെൻ ടൈപ്പ് ഓഫ് ദി ക്വസ്റ്റ്യനെയർ. അതായത് നമുക്ക് പ്രധാനമായിട്ടും ഈ 5 ടൈപ്പ് ക്വസ്റ്റ്യനെയർ ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക. ഒന്ന് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസ്പോൺസ് ഫിക്സഡ് ആയിരിക്കും. അപ്പം അവിടെ എറർ, ഒമിഷൻ ബയാസ്, ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ബയാസ് ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അതായത് ഓപ്ഷൻസ് എന്ത് ചെയ്യും, നമ്മൾ ലിസ്റ്റ് ഔട്ട് ഓപ്ഷൻസ് കൊടുത്തിരിക്കും, അതിൽ നിന്ന് വേണം അവർ എന്ത് ചെയ്യാൻ, പിക്ക് ചെയ്യാനായിട്ടുള്ളത്. അതാണ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ. അൺസ്ട്രക്ചേർഡ് ആണെങ്കിൽ ഇറ്റ്സ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ മാത്രമേ കാണുള്ളൂ, റെസ്പോൺസിന് എന്ത് ചെയ്യാം, അവരുടെ ആൻസർ എഴുതാനായിട്ട് പറ്റും. പക്ഷെ പലപ്പോഴും ക്വസ്റ്റ്യൻ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ് ആണെങ്കിൽ ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള വില്ലിങ്നെസ് കുറവായിരിക്കും. കാരണം ആരും അത്രയും സമയം എടുത്ത് ആൻസർ ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല. അതുകൊണ്ട് സ്ട്രക്ചേർഡ് ആണ് ചില സമയങ്ങളിൽ നല്ലത്. സെമി സ്ട്രക്ചേർഡ് ആകുമ്പോൾ ഈ സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ആയിരിക്കും. നമ്മുടെ കോർ ഒബ്ജക്റ്റീവ്സിലെല്ലാം നമ്മൾ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻ കൊടുക്കും. ഓരോ ഒബ്ജക്റ്റീവിനും 1-2 അൺസ്ട്രക്ചേർഡ് കൊടുക്കും. അതെന്താക്കില്ല, മാൻഡേറ്റ് ആക്കില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാന്നുള്ള രൂപത്തിൽ ഓപ്ഷണൽ ആയിട്ട് കൊടുക്കും. ചില ആൾക്കാർ അത് ഫില്ല് ചെയ്യും. അത് നമ്മളൊരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന രൂപത്തിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ എടുക്കാറുണ്ട്. അതാണ് സെമി സ്ട്രക്ചേർഡ്. ദാറ്റ് ഈസ് ദ പൂളിംഗ് ഓഫ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സെമി സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻ. സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ അവർക്ക് കൊടുക്കും, അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്. റെസ്പോണ്ടൻസ് തന്നെയാണ് അത് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ വരുന്നതാണ് സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുക. ദെൻ ഇന്റർവ്യൂർ അഡ്മിനിസ്ട്രേറ്റ് ആകുമ്പോഴത്തേക്ക് ഇന്റർവ്യൂർ പോകും, അവർക്ക് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ നടത്തും, അല്ലെങ്കിൽ ഫോൺ കോളിലൂടെ ഇന്ററാക്ഷൻ നടത്തും, എന്നിട്ട് അതനുസരിച്ച് ഫില്ല് ചെയ്യും. ഇതാണ് 5 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ അടുത്ത നമ്മൾ ചെയ്യേണ്ട കാര്യം ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. സ്ട്രക്ചേർഡ് വേണോ, അൺസ്ട്രക്ചേർഡ് വേണോ, സെമി സ്ട്രക്ചേർഡ് വേണോ, ഇത് 3 സാധാരണ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആയിട്ട് പറയുക. ഇതിൽ ഏത് വേണമെന്ന് നമ്മൾ ഫിക്സ് ചെയ്യുക. ദെൻ ക്വസ്റ്റ്യൻസ് ബേസ് ഡ്രാഫ്റ്റ് ചെയ്യുക. ഡ്രാഫ്റ്റ് ദി ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ റൈറ്റ് ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്സ് എൻഷുറിംഗ് ക്ലാരിറ്റി ആൻഡ് റെലവൻസ്. നമ്മൾ ക്വസ്റ്റ്യനെയറിന്റെ ക്ലാരിറ്റി, റെലവൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഡ്രാഫ്റ്റ് ചെയ്യും. ദെൻ സ്ട്രക്ചർ. ക്വസ്റ്റ്യൻസ് എപ്പോഴും എന്തായിരിക്കും, ഒരു സീക്വൻഷ്യലി അല്ലെങ്കിൽ സീക്വൻഷ്യൽ പാറ്റേണിലായിരിക്കും. അത് ലോജിക്കലി ആയിരിക്കാം, അല്ലെങ്കിൽ സ്മാളർ ടോപ്പിക് ടുഗദർ ആയിട്ട് കൊടുക്കാം. ചിലപ്പോൾ ഒരു കമ്പോണന്റ് ഒരു സബ്ഹെഡ് കൊടുത്തിട്ട് അതിനകത്ത് 5 ക്വസ്റ്റ്യൻസ് കൊടുക്കാം. ആ രീതിയിൽ കൊടുക്കാം. പൈലറ്റ് ടെസ്റ്റ് നടത്തുക. ഒരു സ്മോൾ ഗ്രൂപ്പിൽ ഇത് കൊടുത്തിട്ട് അവരുടെ ഡേറ്റ വെച്ച് നോക്കുക. ദെൻ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അതിനെ റിവൈസ് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്യുക. അപ്പൊ ഈ ഓർഡർ ആണ് പ്രധാനം, ഒരു എക്സ്പ്ലനേഷൻ അല്ല. Objectives, first define the objectives or research problem and objectives. Second one is what? Identify the targeted audience, select the type of questionnaire, draft the questionnaire, organize the structure, then pilot test and revise and finalize. That is tentative. അത് റിക്വയർമെന്റ് ആണെങ്കിൽ മാത്രം പൈലറ്റ് സർവേ നടത്തുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയില്ല എന്നാൽ മാത്രം അത് റിവൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിന് പ്രശ്നമായി. ദെൻ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ അങ്ങനെ ഒരു ഇതായിട്ട് ചോദിക്കാറില്ല. ഇനി ഇവിടെ നിന്നുള്ള കാര്യം ക്വസ്റ്റ്യൻ അല്ല അടുത്ത സ്റ്റേജ് ആയിട്ട് വരുന്നത്
ഈ ഒരു കമ്പോണന്റ് പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു ഗുഡ് മെഷർമെന്റിന്റെ ക്രൈറ്റീരിയ എന്നാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. രണ്ട് ബ്രോഡർ ക്രൈറ്റീരിയ ആണ് ഒരു ഗുഡ് മെഷർമെന്റ് അല്ലെങ്കിൽ ഒരു ടൂളിന് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ക്വസ്റ്റ്യനെയർ ആയാലും ഇന്റർവ്യൂ ഷെഡ്യൂൾ ആയാലും അതിൽ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മൾ എടുക്കുന്ന ഡേറ്റ റിലയബിൾ ആയിരിക്കണം, മറ്റൊന്നത് വാലിഡ് ആയിരിക്കണം. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആയിരിക്കണം, അതോടൊപ്പം തന്നെ കൺസിസ്റ്റൻസിയും വേണം. സ്റ്റെബിലിറ്റിക്ക് രണ്ട് മെഷർമെന്റ് ആണുള്ളത്. ഒന്ന് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി ആണ്. ഉദാഹരണത്തിന് ഞാനൊരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തു, അത് ഗ്രൂപ്പ് എയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഒരു ആവറേജ് ഒരു മീൻ വാല്യൂ 3.5 കിട്ടിയത് കൊടുക്കും. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ബിയിലും അപ്ലൈ ചെയ്തു. എയും ബിയും അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. സേ ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് ദോസ് ആർ സ്റ്റഡിങ് ഇൻ എ സിമിലർ ക്ലാസ്. അപ്പൊ ഒരു ഐഡന്റിക്കൽ ഗ്രൂപ്പാണ്. ബിയിൽ ഞാൻ കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടണം? ഒരു 3.5 ക്ലോസ് ആയിട്ട് ചിലപ്പോൾ 3.3 കിട്ടാം, 4 കിട്ടാം, 5 കിട്ടാം, 6 കിട്ടാം, അങ്ങനെ കിട്ടും. അതിനാണ് നമ്മൾ ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഒരേ ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ഗ്രൂപ്പിൽ കൊടുത്ത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ഇൻഫറൻസ് സ്റ്റേബിൾ ആയിരിക്കും. ഇത് ഒരേ ടൈമിൽ തന്നെ കൊടുക്കണമെന്നില്ല, ഡിഫറെന്റ് ടൈമിൽ കൊടുക്കുന്നതാണ്. രണ്ടെന്ന് പറയുന്നത് പാരലൽ ഫോം റിലയബിലിറ്റി. ഒരു ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് എക്കും കൊടുക്കും, അതേസമയം തന്നെ ഗ്രൂപ്പ് ബിക്കും കൊടുക്കും. മറ്റേത് ആദ്യം ഗ്രൂപ്പ് എക്ക് കൊടുത്തു, പിന്നെ ഗ്രൂപ്പ് ബി കൊടുത്തു. ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ഗ്രൂപ്പ് എ, then distribute to group B. We are distributing to group A and group B at the same time. Okay. അപ്പോൾ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്തായിരിക്കാം? ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, അപ്രോക്സിമേറ്റ്ലി സെയിം. അതാണ് അതിനർത്ഥം. ഇതാണ് സ്റ്റെബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ക്വസ്റ്റ്യനെയർ ഏത് ഗ്രൂപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ പാരലൽ ആയിട്ട് കൊടുത്താലും ടെസ്റ്റ് റീടെസ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം ആണ്. അടുത്ത കൺസിസ്റ്റൻസിക്കകത്ത് ഇന്റേണൽ കൺസിസ്റ്റൻസി ഉണ്ട്, സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി ഉണ്ട്. ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തു. ഉദാഹരണത്തിന് ഒരു 3 ഒബ്ജക്റ്റീവുകളുടെ ക്വസ്റ്റ്യനെയർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് 1 മെഷർ ചെയ്യാനായിട്ട് ഞാൻ ഒരു 10 ക്വസ്റ്റ്യൻ കൊടുത്തു. ഒബ്ജക്റ്റീവ് രണ്ടാമത്തെ മെഷർ ചെയ്യാനായിട്ട് 5 ക്വസ്റ്റ്യൻ കൊടുത്തു. ഒബ്ജക്റ്റീവ് 3 മെഷർ ചെയ്യാനായിട്ട് 8 ക്വസ്റ്റ്യൻ കൊടുത്തു. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കും. ഉദാഹരണത്തിന് ഞാനൊരു പർച്ചേസിംഗ് പവർ നോക്കും. ഈ പർച്ചേസിംഗ് പവർ മെഷർ ചെയ്യാനായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പ്രൂവഡ് ആയിട്ടുള്ള കുറെ കമ്പോണന്റ് ആയിരിക്കണം പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇന്റേണൽ കൺസിസ്റ്റൻസി. ക്വസ്റ്റ്യനെയർ ഒരു തിയറി ബേസ്ഡ് ആയിരിക്കണം എന്നാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള. സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിലയബിലിറ്റി ടെസ്റ്റ് നടത്തുമ്പോൾ ഞാൻ ഇവിടെ 3 സബ് ഹെഡിങ് അല്ലെങ്കിൽ 3 ഒബ്ജക്റ്റീവ്സിന് ഞാൻ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തു. അപ്പൊ എനിക്ക് ഒരു റിലയബിലിറ്റി സ്കോർ കിട്ടും. ഇതിനെ 3 എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഒരു റിലയബിലിറ്റി സ്കോർ കിട്ടും. ഇത് 0.8 ആൻഡ് എബോവ് ആയിരിക്കണം. അതാണ് ഏറ്റവും സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. 0.8 ആൻഡ് എബോവ് ആണ് ഹൈലി അക്സെപ്റ്റബിൾ. ഏത് രാജ്യത്ത് നിങ്ങൾക്ക് ആ ടെസ്റ്റ് വാലിഡ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അതാണ് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. വാലിഡിറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ 3 വാലിഡിറ്റി ആണ്. ഈ വാലിഡിറ്റി ഓപ്ഷൻസ് ആണ് പ്രധാനം. അതിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിലൊന്ന് കൺസ്ട്രക്ട് വാലിഡിറ്റി, ക്രൈറ്റീരിയൻ വാലിഡിറ്റി ആൻഡ് കണ്ടന്റ് വാലിഡിറ്റി. കൺസ്ട്രക്ട് വാലിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ വേരിയബിളിനെയും മെഷർ ചെയ്യാനായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എടുത്തിട്ടുണ്ടോ, അതാണ് ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി. ദെൻ ഈ എടുത്തിരിക്കുന്ന വേരിയബിൾസിന്റെ സബ് കമ്പോണന്റ് നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ. അപ്പൊ നിങ്ങൾ ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിൽ ഒരു ഓപ്ഷൻ കാണും, ഇതിൽ ഏതെല്ലാമാണ് നിങ്ങളെ ബാധിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏതാണ്, എന്തുകൊണ്ട്. അതാണ് ആ കൺവേർജന്റ് വാലിഡിറ്റിക്കകത്ത് വരുന്നത്. ക്രൈറ്റീരിയൻ ആകുമ്പോൾ കൺകറന്റും പ്രെഡിക്റ്റീവുമാണ്. കൺകറന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഉള്ള ഒപ്പീനിയൻ എടുക്കും, കറണ്ട് പീരീഡിലുള്ള ഒപ്പീനിയൻ എടുക്കും. പ്രെഡിക്റ്റീവ് ആകുമ്പോൾ ഒന്നുകിൽ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. കഴിഞ്ഞ 5 വർഷമായിട്ട് നിങ്ങളുടെ ഇൻകം സ്റ്റേബിൾ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അടുത്ത 5 വർഷവും നിങ്ങളുടെ ഇൻകം സ്റ്റേബിൾ ആയിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതാണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റിക്കകത്ത് വരുന്നത്. പാസ്റ്റും വരും, ഫ്യൂച്ചറും വരും. കൺകറന്റ് ആകുമ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ഇൻകം നിങ്ങളുടെ ചെലവിന് പര്യാപ്തമാണോ? അത് കണ്ടന്റ് വാലിഡിറ്റി ഫേസ് വാലിഡിറ്റി ആണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വേരിയബിളും മെഷർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. സാധാരണ ഒരു തിയറിറ്റിക്കലി നമ്മൾ മെഷർ ചെയ്യും. ബാക്കിയുള്ളതിന് ആൽഫ സ്കോർ, ബാക്കി സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ മെഷർ ചെയ്യും. ഇതാണ് ഈ റിലയബിലിറ്റി വാലിഡിറ്റി. ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ടൈപ്പ് നോക്കുക, ഏതിന്റെ അകത്ത് വരുന്ന കാര്യമാണ് നോക്കുക. അതിനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അല്ല ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്രൈറ്റീരിയ ഫോർ ഗുഡ് മെഷർമെന്റ് എന്ന് പറയുന്നത്, ഈ റിലയബിൾ മെഷർമെന്റ് ഈസ് നോട്ട് നെസസറിലി എ വാലിഡ് ഇൻസ്ട്രുമെന്റ്. ഒരു ഇൻസ്ട്രുമെന്റ് റിലയബിൾ ആണ് എന്ന് കരുതി എന്താണെന്നില്ല, ഒരു വാലിഡ് ഇൻസ്ട്രുമെന്റ് ആകണമെന്നില്ല. ബട്ട് എ വാലിഡ് ഇൻസ്ട്രുമെന്റ് മസ്റ്റ് ബി റിലയബിൾ. ഇതൊരു ടെക്നിക്കാലിറ്റിയാണ്. ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഷെഡ്യൂളിന്റെ റിലയബിലിറ്റിയും വാലിഡിറ്റിയും ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. അത് ബോത്ത് വേ അല്ല. റിലയബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് നോൺ വാലിഡ് ആയിരിക്കാം, പക്ഷെ വാലിഡ് ആണെങ്കിൽ എന്തായിരിക്കും? റിലയബിൾ ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് പാരഡൈം ആണ്. റിസർച്ച് പാരഡൈമിനകത്ത് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഹൗ നോളജ് ഈസ് ജനറേറ്റഡ്, വാട്ട് കൗണ്ട് ആസ് എവിഡൻസ് ആൻഡ് ഹൗ റിയാലിറ്റി ഈസ് പെർസീവ്ഡ്.
ഈ 3 കാര്യങ്ങൾ ഒരു സയന്റിഫിക് എൻക്വയറിക്കകത്ത് നമുക്ക് എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും എന്ന് തന്നെയാണ് ജനറൽ ആയിട്ട് നമ്മൾ എന്ത് പറയുക, റിസർച്ച് പാരഡൈം എന്ന് പറയും. അപ്പൊ ഇതില് ഈ ടെർമിനോളജി എഴുതിയിട്ടുള്ളവരാണെങ്കിൽ പലപ്പോഴും ഈ 4 ടെർമിനോളജി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതായിരിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം ഓണ്ടോളജിയാണ്. അതായത് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് റിയാലിറ്റി. ഓണ്ടോളജി ബേസിക്കലി അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലോസഫിക്കൽ സ്റ്റഡി ഓഫ് ബീയിങ്, ഒരു വസ്തുക്കളെ കുറിച്ചുള്ള തത്വശാസ്ത്രപരമായ പഠനത്തിന് നമ്മൾ ഓണ്ടോളജി എന്ന് പറയും. അപ്പൊ ഇത് മെറ്റാഫിസിക്സ്, അതായത് വാട്ട് ഈസ് ഔട്ട് ദെയർ ഇൻ ദ വേൾഡ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഓൾ അബൌട്ട്. ലോകത്ത് എന്തെല്ലാം ഉണ്ട് എന്നതിനെ കുറിച്ച്. അപ്പൊ ഈ മെറ്റാഫിസിക്സിന്റെ ഒരു സബ് ഡിസിപ്ലിൻ ആയിട്ടാണ് ഏത് വരുന്നത്, ഓണ്ടോളജി വരുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കുന്ന കാര്യം ഫോക്കസ് ഓൺ മോസ്റ്റ് ജനറൽ ഫീച്ചേഴ്സ് ഓഫ് റിയാലിറ്റി. യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും ജനറൽ ആയിട്ടുള്ള സവിശേഷതകളാണ് ഓണ്ടോളജിക്കാർ വരിക. അപ്പൊ ഇതിൽ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ് ഈ ഓണ്ടോളജി പ്രധാനമായിട്ട് അഡ്രസ് ചെയ്യുന്ന ഡയമെൻഷൻസ്. ഈസ് റിയാലിറ്റി ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ് ഓർ സോഷ്യലി കൺസ്ട്രക്റ്റഡ്? ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഓണ്ടോളജി ആൻസർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് നാച്ചർ ഓഫ് നോളജ് ആണ്. വാട്ട് ഈസ് ദ നാച്ചർ ഓഫ് നോളജ്? ഓണ്ടോളജി എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ നാച്ചർ ഓഫ് റിയാലിറ്റി? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മുമ്പ്, ഇപ്പൊ അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറില്ല. അപ്പൊ അതിൽ എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ നാച്ചർ ഓഫ് നോളജ്? ബിലീഫ്, ട്രൂത്ത്, ജസ്റ്റിഫിക്കേഷൻ, ടു അണ്ടർസ്റ്റാൻഡ് ദി നാച്ചർ ഓഫ് നോളജ്, അതെല്ലാം ഇതിനകത്ത് വരാറുണ്ട്, എപ്പിസ്റ്റമോളജിയിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് തിയറി ഓഫ് നോളജ് എന്ന് പറയും. എപ്പിസ്റ്റമോളജി ഈസ് ഓൾസോ നോൺ ആസ് തിയറി ഓഫ് നോളജ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോളജ് എക്സ്പ്ലോർ ചെയ്യുക, ദെൻ പ്രൊപ്പോസിഷണൽ നോളജ്, അബൌട്ട് ഫാക്ട്സ്, പ്രാക്ടിക്കൽ നോളജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും. അപ്പൊ ഇതിൽ എപ്പിസ്റ്റമോളജിസ്റ്റ് ഐഡന്റിഫൈ അല്ലെങ്കിൽ അവർ അഡ്രസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഹൗ ഡു വി നോ വാട്ട് വി നോ? നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം അറിയാമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ആ ഒരു കാര്യമാണ് എപ്പിസ്റ്റമോളജിക്കകത്ത്. നെക്സ്റ്റ് മെത്തഡോളജി. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ റിസർച്ചിന്റെ ടൂൾസ്, ടെക്നിക്സ്, പ്രൊസീജിയർ, ഇതെല്ലാം കൂടെ കവർ ചെയ്ത് വരുന്നതാണ് മെത്തഡോളജി എന്ന് പറയുക. അതായത് ഹൗ ഈസ് നോളജ് അക്യൂർഡ്, അതിന്റെ ആൻസർ ആണ് മെത്തഡോളജി എന്ന് പറയുന്നത്. നോളജ് എങ്ങനെ നമുക്ക് അക്യൂർ ചെയ്യാം. സോ വാട്ട് പ്രൊസീജിയർ ഓർ ടെക്നിക്സ് യൂസ്ഡ്, ഏതെല്ലാം ടെക്നിക്സിലൂടെയാണ് നമ്മൾ ഇത് അക്യൂർ ചെയ്തത്. ലാസ്റ്റ് ഈസ് ആക്സിയോളജി, വാട്ട് ഈസ് ദ റോൾ ഓഫ് വാല്യൂ ഇൻ റിസർച്ച്, അതായത് എത്തിക്കൽ ഡയമെൻഷൻ. ഒരു എക്കണോമിക് വാല്യൂ ആകാം, സൊസൈറ്റൽ വാല്യൂ ആകാം, പൊളിറ്റിക്കൽ വാല്യൂ ആകാം, കൾച്ചറൽ വാല്യൂ ആകാം. ആ ഒരു എത്തിക്കൽ ഡയമെൻഷൻ ആണ് ഇതിനകത്ത് വരിക, ആക്സിയോളജിക്കകത്ത്. അപ്പൊ ഇത് ആണ് ഏതിന്റെ ബേസ് എന്ന് പറയുക, നമ്മുടെ റിസർച്ച് പാരഡൈമിന്റെ ബേസ് എന്ന് പറയുക, അല്ലെങ്കിൽ കോർ കമ്പോണൻസ് കംസ് അണ്ടർ റിസർച്ച് പാരഡൈം എന്ന് പറയും. അതിൽ 3 ടൈപ്സ് ആയിട്ട് വരുന്നത്. ഒന്ന് പോസിറ്റിവിസം. അപ്പൊ അവരുടെ ഫസ്റ്റ് ബിലീഫ് എന്ന് പറയുന്നത് റിയാലിറ്റി ഈസ് ഒബ്ജക്റ്റീവ്, ക്യാൻ ബി ഒബ്സർവ്, മെഷേർഡ് ആൻഡ് ക്വാണ്ടിഫൈഡ്. ഓക്കെ, ഒരു നാച്ചുറൽ സയൻസ് മോഡലാണ് അവർ എംഫസിസ് ചെയ്തത്. എംപിരിക്കൽ എവിഡൻസ് ഉണ്ടാകും, ലോജിക്കൽ റീസണിംഗ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടു ഡിറൈവ് ജനറലൈസബിൾ ട്രൂത്ത്സ്. ഇതായിരുന്നു അവരുടെ ഫ്രെയിംവർക്ക്. Then these are the characteristics of positivism. One is objectivity, that is the researcher remains detached and neutral. Generally component ആണ് quantification. All the measurement is in terms of numerical data or numerical value. Then hypothesis testing, so begins with a theory or hypothesis which is then tested. Hypothesis ഒരു tentative statement ആണ്. നമ്മൾ x y എടുത്തു കഴിഞ്ഞാൽ x y തമ്മിൽ എങ്ങനെ റിലേഷൻ ആയിരിക്കും, നമ്മൾ ഹൈപ്പോതെസിസിൽ പറയും there is no relation between x and y എന്ന് പറയും. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, എപ്പോഴും ഹൈപ്പോതെസിസ് നമ്മൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് പറയുക, എന്നിട്ടാണ് അത് ടെസ്റ്റ് ചെയ്യുക. ദെൻ ജനറലൈസബിലിറ്റി, യൂണിവേഴ്സൽ ലോസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നു. കോസ് ആൻഡ് എഫക്ട് റിലേഷൻ, ദെൻ സ്ട്രക്ചർഡ് മെത്തഡോളജി, റെപ്ലിക്കബിലിറ്റി. ഇപ്പം മറ്റു സ്ഥലങ്ങളിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, സിമിലർ റിസർച്ച് കിട്ടും. അടുത്തൊരു റിസർച്ച് പാരഡൈം ടൈപ്പ് ആണ് ഇന്റർപ്രിറ്റേറ്റിസം. അപ്പൊ ഇവിടെ നോക്കുന്നത് റിസർച്ച് പാരഡൈം ദാറ്റ് വ്യൂസ് റിയാലിറ്റി ആസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഡിപെൻഡ്. അപ്പൊ ഇവിടെ റിയാലിറ്റി എന്ന് പറയുന്നത് എന്തല്ല, നാച്ചുറലി ഡ്രിവൺ അല്ല. പോസിറ്റിവിസ്റ്റ് പറഞ്ഞതുപോലെ നാച്ചുറലി ഡ്രിവൺ അല്ല, പകരം ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. ഇറ്റ് സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബിഹേവിയർ. അപ്പം ഇന്റർപ്രിറ്റേറ്റിസ്റ്റ് ആണ് കൂടുതലായിട്ട് ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്കിന് കൂടുതലായിട്ട് സ്ട്രെങ്തൻ അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇതൊരു സബ്ജക്റ്റീവ് ഡയമെൻഷൻ ആണ്. കോണ്ടെക്സ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഫോക്കസ് ഓൺ വൈ, ഹൗ, ഇങ്ങനെയുള്ള ഡയമെൻഷൻസ്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അല്ല, ഇറ്റ്സ് മോർ ഓൺ ക്വാളിറ്റേറ്റീവ് ഡയമെൻഷൻ. ദെൻ മൾട്ടിപ്പിൾ റിയാലിറ്റീസ് ഉണ്ടാകും. ഇമർജന്റ് ഡിസൈൻ ആണ്, അതായത് നമുക്കൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരു റിസർച്ചും കൊണ്ട് ഇന്റർപ്രിറ്റേഷന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ റിസർച്ച് ചെയ്യാൻ പറ്റില്ല. ദെൻ ഹോളിസ്റ്റിക് വ്യൂ ആണ്, ഒരു ഇൻഡെപ്തിലേക്ക് നമ്മൾ പോകും. ഒരിക്കലും ഒരു പെരിഫറൽ അനാലിസിസ് അല്ല ഇതിനകത്ത് വരുന്നത്, ഇന്റർപ്രിറ്റേഷനകത്ത് വരുന്നത്. ദെൻ സെന്റേഴ്സ് ഓൺ participants' perspectives and lived experience. So basically it is a human based research. Then pragmatism. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രോജക്ട് സെൻട്രിങ് അപ്രോച്ച്. ഓക്കെ,
അത് ഏതിനകത്ത് വരുന്നതാണ്? പ്രാഗ്മാറ്റിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പൊ ഇവിടെ ഇവരെന്ന് പറയുന്നത് പ്രാഗ്മാറ്റിസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സെന്റേഡ് അല്ലെങ്കിൽ ആക്ഷൻ ഓറിയന്റഡ് റിസർച്ചിനാണ് ഒരു പ്രാധാന്യം കൊടുത്തത്. അപ്പൊ ഇവിടെ ഫിലോസഫി അല്ലെങ്കിൽ വൺസ് ഓൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നതിനേക്കാളും ബോത്ത് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് നോളജ് ഡയമെൻഷൻസിന് ഇവർ പ്രാധാന്യം കൊടുത്തു. അപ്പൊ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പ്ലൂറലിസം that combines both quantitative and qualitative approaches. ഇതൊരു ഇന്റർപ്രറ്റീവ്സത്തിന്റെയും പോസിറ്റീവ്സത്തിന്റെയും മിക്സ്ചർ ആണ് പ്രാഗ്മാറ്റിസം എന്നല്ല, അതിനേക്കാൾ കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ലെവലിലുള്ള ഒരു ഫിലോസഫിയാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇവർ ആക്ഷൻസ് അല്ലെങ്കിൽ അപ്ലൈഡ് റിസർച്ച് ഫ്രെയിംവർക്ക്, എക്സ്പ്ലനേറ്ററി റിസർച്ച് ഫ്രെയിംവർക്ക്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്, പ്രാഗ്മാറ്റിസത്തിനകത്ത് വരുന്നുണ്ട്. അതുപോലെ പ്രോജക്ട് സെൻട്രിക് ലേണിംഗ്, PCL എന്നതിന്റെ കമ്പോണന്റ്, ഇതെല്ലാം പ്രാഗ്മാറ്റിസത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. ദെൻ ഇവരുടെ അടുത്തൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ their research framework is always റിയൽ വേൾഡ് പ്രോബ്ലം സൊല്യൂഷൻ ഓർ പ്രോബ്ലം ഓറിയന്റഡ് ആണ്. അതായത് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് ഇപ്പോഴും പ്രാഗ്മാറ്റിസ്റ്റുകൾ അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരുടെ റിസർച്ചിന്റെ ഒരു കമ്പോണന്റ് ആയിട്ട് ഏത് വരുന്നത്? എക്സ്പ്ലനേറ്ററി റിസർച്ച് വരുന്നത്. ഇപ്പൊ പോളിസി ഇവാലുവേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കമ്പോണന്റ് ഡിറ്റർമിനന്റ് അനാലിസിസ്, ഇതെല്ലാം വരുന്നത് എക്സ്പ്ലനേറ്ററിയിലാണ്. അപ്പൊ അതിന്റെ ഒരു കമ്പോണന്റ് ഏതിനകത്ത് വരുന്നത്? പ്രാഗ്മാറ്റിസത്തിനകത്ത് വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ റിസർച്ച് ഏജൻസി എന്ന് പറയുന്ന ഒരു കമ്പോണന്റ്, അതായത് റിസർച്ചേഴ്സ് ജഡ്ജ്മെന്റ് ഇൻ ചൂസിംഗ് മെത്തേഡ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, റിസർച്ചിന് ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇത് റൈറ്റ് ആണ് അല്ലെങ്കിൽ റോങ് ആണെന്നൊരു ഇതില്ല. അതായത് ട്രൂ ഫോൾസ് ഡയമെൻഷൻ ഏതിനകത്ത് വരില്ല, റിസർച്ചിനകത്ത് വരില്ല. പ്രാഗ്മാറ്റിസത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് എന്തിനെ ഡിപെൻഡ് ചെയ്തിരിക്കും? നിങ്ങൾ എടുക്കുന്ന ജഡ്ജ്മെന്റ് ആണ്, റിസർച്ചേഴ്സ് ജഡ്ജ്മെന്റ് ഓൺ സെലക്ടിംഗ് ദ മെത്തേഡ്. അവിടെ മെത്തഡോളജിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതായത് റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യും, അതാണ് മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 കമ്പോണന്റിൽ മെത്തഡോളജി എന്ന് പറയുന്ന കാര്യം. ഓക്കെ, ഹൗ ഈസ് നോളജ് അക്യൂർഡ് എന്ന് പറയുന്നത് മെത്തഡോളജി. അപ്പൊ അതിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്ത ആൾക്കാരാണ് ആര്? പ്രാഗ്മാറ്റിസ്റ്റുകൾ എന്ന് പറയുക. അവിടെ റിസർച്ചിൽ എറർ ഇല്ല. അങ്ങനെ എറർ വന്നു കഴിഞ്ഞാൽ അത് എന്തിന്റെ എറർ ആണെന്ന് മനസ്സിലാക്കുക, റിസർച്ചേഴ്സ് ജഡ്ജ്മെന്റ് ഇൻ സെലക്ടിംഗ് മെത്തഡോളജിയാണ്. ഓക്കെ, ഒരിക്കലും ഒരു ഡയമെൻഷനിൽ ഫോക്കസ് ചെയ്താവില്ല, മിക്സഡ് അപ്രോച്ച് ആണ്. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്. ഇത് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന കാര്യം, പാരഡൈംസും റിസർച്ച് കോർ കമ്പോണന്റ് ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന കാര്യം ഈ ഒരു സ്ലൈഡിൽ നിന്ന് സ്നാപ്ഷോട്ട് എടുക്കാം. ഇതിലെ ഒരു ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നെറ്റിന് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കണം. കാരണം വിച്ച് among the following is or are not included എന്ന് ചോദിക്കും, ഇൻക്ലൂഡഡ് എന്ന് ചോദിക്കും. നമ്മൾ കറക്റ്റ് നോക്കുക, നോട്ട് ആണോ അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കുക. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന 5 എണ്ണം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അപ്രോച്ച് ആണ്. അത് എന്താണെന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ആ 5 എണ്ണം ഐറ്റംസ് മനസ്സിലാക്കുക, അത് ഏതിനകത്ത് വരുന്നതാണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ഇത് 4 തരും, ഫസ്റ്റ് 3 തരും, ഡിസ്ക്രിപ്റ്റീവ് കോറിലേഷൻ എക്സ്പെരിമെന്റ് തരും, അടുത്ത കോസി എക്സ്പെരിമെന്റിന് പകരം ചിലപ്പോൾ തരുന്നത് അനലിറ്റിക്കൽ റിസർച്ച് ആയിരിക്കും. അപ്പൊ അത് നോക്കുക, അതിന് ജസ്റ്റ് ഉൾപ്പെടുത്തിയതാണ്. ഞാൻ ക്വാളിറ്റേറ്റീവ് ആകുമ്പോൾ കേസ് സ്റ്റഡി, എത്നോഗ്രഫി, ഗ്രൗണ്ടഡ് തിയറി, ഫിനോമിനൽ അനാലിസിസ്, നരേറ്റീവ് റിസർച്ച്, കേസ് സ്റ്റഡി, ഇതെല്ലാമാണ് ക്വാളിറ്റേറ്റീവിനകത്ത് വരുന്നത്. മിക്സഡ് അപ്രോച്ചിൽ ഈ 3 അപ്രോച്ചാണ് സാധാരണയായിട്ട് സോഷ്യൽ സയൻസ് ലാംഗ്വേജിലൊക്കെ യൂസ് ചെയ്യുന്നത്. കൺവെർജന്റ് പാരലൽ റിസർച്ച് എന്ന് വെച്ചാൽ അവിടെ ക്വാളിറ്റേറ്റീവ് ഡേറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും ഉണ്ടാകും. ഡേറ്റ നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് കളക്ട് ചെയ്യും, അനലൈസ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിരിക്കും, എന്നിട്ട് റിസൾട്ട് കമ്പയർ ചെയ്യും. അതായത് ഒരേ വേരിയബിളിനെ കുറിച്ച് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡയമെൻഷൻ എടുക്കും, ക്വാളിറ്റേറ്റീവ് ഡയമെൻഷൻ എടുക്കും. എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മന്ത്ലി ഇൻകം ചോദിക്കും. ഓക്കെ, നിങ്ങളുടെ മന്ത്ലി ഇൻകം ഇവിടുത്തെ ചോദിക്കും, കഴിഞ്ഞ വർഷത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറയും, അങ്ങനെ എടുക്കും. ഇതിൽ അടുത്ത ക്വാളിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങളുടെ മന്ത്ലി ഇൻകത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിക്കും. നമ്മൾ ആവറേജ് മന്ത്ലി ഇൻകം പറയും, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞാൽ അവരുടെ ആവറേജ് മന്ത്ലി ഇൻകം എത്രയാണ്, ആ ഇൻകത്തിൽ അവർ സാറ്റിസ്ഫൈ ആണ് എന്ന് പറയും. ഇതാണ് കൺവെർജന്റ് പാരലൽ ഡിസൈൻ എന്ന് പറയും. എക്സ്പ്ലനറ്ററി സീക്വൻഷ്യൽ എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഫസ്റ്റ് കളക്ട് ചെയ്യും, എന്നിട്ട് ക്വാളിറ്റേറ്റീവ് ഇടും. ഇതിന്റെ എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയ്ക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക. ക്വാളിറ്റേറ്റീവ് ഡേറ്റയുടെ യൂസ് എന്താണ്, നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ വെച്ച് പറയുന്ന ഇൻഫറൻസിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവ് റിസൾട്ടിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ക്വാളിറ്റേറ്റീവ് ഡയമെൻഷൻ എടുക്കുക. അതുകൊണ്ടാണ് പറയുന്നത് എക്സ്പ്ലനേറ്ററി റിസർച്ച് ഡിസൈനിൽ, എക്സ്പ്ലനേറ്ററി സീക്വൻഷ്യൽ അല്ലാതെ എക്സ്പ്ലനേറ്ററി റിസർച്ച് ഡിസൈനിൽ നമ്മൾ പല കമ്പോണന്റ് പറയാറുണ്ട്, പല ഡിറ്റർമിനൻസും പറയാറുണ്ട്. പ്ലസ് എന്ത് നോക്കും, ഈ ഡിറ്റർമിനൻസ് എങ്ങനെ ഇന്റർ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കും. അപ്പൊ ആ ഡിറ്റർമിനൻസ് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതിന് ഇന്റർ റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പറയുക, ക്വാളിറ്റേറ്റീവ് ഡേറ്റയും കൂടി കളക്ട് ചെയ്യും. ദെൻ എക്സ്പ്ലോറേറ്ററി നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. പക്ഷെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ആദ്യം പറയും, ക്വാളിറ്റേറ്റീവിന് പ്രയോറിറ്റി കൊടുക്കും, ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ നമ്മൾ പറയും. അത് മിക്കപ്പോഴും എന്തായിരിക്കും, ഈ ക്വാളിറ്റേറ്റീവിനെ തന്നെ ക്വാണ്ടിഫൈബിൾ ചെയ്യുന്നതായി നമ്മുടെ ഡേറ്റ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇതാണ് ഇതിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ
ഇതൊന്ന് സ്നാപ്ഷോട്ട് എടുത്തേക്കുക. ഇതൊരു ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഇതിലാണ്. കാരണം പല പ്രാവശ്യങ്ങളിൽ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. ബിബ്ലിയോമെട്രിക് ഡേറ്റാബേസ് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിലാക്കാനായിട്ട് പറയും. ഈ ഡേറ്റാബേസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം നമ്മൾ പഠിച്ചിരുന്നാൽ നമുക്ക് ഇത് ക്രോണോളജിക്കൽ ഓർഡറിലാക്കാൻ പറ്റും. അതിലൊന്നിത് ബിബ്ലിയോഗ്രഫിക് ഡേറ്റാബേസിൻ്റെത്, മറ്റൊന്ന് ഈ പറയുന്ന സോഴ്സ് ഫുൾ ടെക്സ്റ്റ് ആൻഡ് സബ്ജക്ട് സ്പെസിഫിക് ഡേറ്റാബേസ് എന്ന് പറയുന്ന കമ്പോണന്റ്. ഇതും എഗെയിൻ ഇന്റർറിലേറ്റഡ് ആണ്. മേജർ ബിബ്ലിയോമെട്രിക് സോഴ്സുകളാണ് ഇതെല്ലാം. നേരത്തെ പറഞ്ഞ സ്കോപ്പസ്, വെബ് ഓഫ് സയൻസ്, ഡയമെൻഷൻസ്. ആദ്യം ഡയമെൻഷൻസ് എന്നായിരുന്നു, പിന്നെ എ ഇന്റഗ്രേറ്റഡ് ആയപ്പോഴാണ് ഡയമെൻഷൻസ് ചെയ്യുന്നതായത്. ദെൻ എബ്സ്കോ ഹോസ്റ്റ്, പ്രോക്വസ്റ്റ്, ജെസ്റ്റോ ദാറ്റ് ഇസ് ജനറൽ സ്റ്റോറേജ്. ദെൻ സയൻസ് ഡയറക്റ്റ്, പബ്മെഡ് അത് മെഡിക്കൽ ഫീൽഡിന് വേണ്ടിയാണ് പബ്മെഡ്. ദെൻ എഡ്യൂക്കേഷൻ റിസോഴ്സ് സെന്റർ ആണ് IEEE എഞ്ചിനീയറിംഗിൻ്റെത്. ദെൻ ACM കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, സൈക്കിൻഫോ സൈക്കോളജി ആൻഡ് ബിഹേവിയറൽ സയൻസ്. അപ്പൊ ഇതിന്റെ ഓർഡർ, സീക്വൻഷ്യൽ ഓർഡർ നമ്മൾ നോക്കുക. ഇയർ പ്രധാനപ്പെട്ടതാണ്, അതിന്റെ പേര് പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം, അതല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനായിട്ട് ചോദിക്കാം. ദെൻ സൈറ്റേഷൻ ആൻഡ് ഇമ്പാക്ട് ഡേറ്റാബേസ്, ഗൂഗിൾ സ്കോളർ, ഓൾട്ട് മെട്രിക്, പ്ലംഎക്സ് മെട്രിക്സ്. പ്ലംഎക്സ് മെട്രിക്സ് ആണ് ഇവരുടെ എൽസേവിയറിന്റെ, സ്കോപ്പസിന്റെ ഓണറാണ് എൽസേവിയർ, അവരുടേതാണ് പ്ലംഎക്സ് മെട്രിക്സ്. ദെൻ ഡിസിപ്ലിൻ ആൻഡ് പ്രീപ്രിന്റ് റിപ്പോസിറ്ററി ആണ് ഇതെല്ലാം. അതായത് നമ്മളിപ്പം സ്കോപ്പസിലൊക്കെ അയച്ചത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രിന്റ് ആയി വരുന്നതിന് മുമ്പുള്ള ഡേറ്റാ ബേസ് എല്ലാം ഇതിനകത്ത് കിട്ടും. അതിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ബയോ RV, അത് ബയോളജി R14, അത് ബയോളജി അല്ലെങ്കിൽ ഹെൽത്ത് സയൻസ് റിലേറ്റഡ് ആണ്. അതിന്റെ റിവൈസ്ഡ് ആയിട്ടാണ് MED R14 വരുന്നത്. ഇതാണ് ലേറ്റസ്റ്റ് വെർഷൻ ആണ് MED R14. ബയോ R14 നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്ട് ചെയ്ത് MED R14 പോകും. ബാക്കിയെല്ലാം കോമൺ തന്നെയാണ്. ദെൻ REPEC എന്ന് പറയുന്നത് എക്കണോമിക്സ് ഓറിയന്റഡ് ആണ് കൂടുതലായിട്ടുള്ള ഡേറ്റാബേസ്. ദെൻ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിനകത്ത് ഏകദേശം 10-20 ഡിസിപ്ലിനകത്തുള്ള എല്ലാ കാര്യവും ഈ സോഷ്യൽ സയൻസ്, ഇൻക്ലൂഡിംഗ് ലാംഗ്വേജ്, ദെൻ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, അങ്ങനെയുള്ള എല്ലാ ആന്ത്രോപോളജി, അതെല്ലാം ഈ സോഷ്യൽ സയൻസ് SSR-നകത്ത് വരും. അപ്പൊ ഇതിന്റെയും ഇയർ പ്രധാനപ്പെട്ടതാണ്, ക്രോണോളജിക്കൽ ഓർഡർ. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓപ്പൺ ആക്സസ് ആണ്. അപ്പൊ ഇതിൽ ഷോദ്ഗംഗയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ടും ചോദിക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്. അപ്പൊ അതിൽ ഇന്ത്യൻ ഡേറ്റാബേസ് ആണ് ഷോദ്ഗംഗ ഇൻഫ്ലിമെന്റ് എന്ന് പറയുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം, ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കുക. ദെൻ സെനോഡോ, അഗെയിൻ DOI, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓതറിൻ്റെതാണെങ്കിൽ ഈ സെനോഡോയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം മൾട്ടി ഡിസിപ്ലിൻ ആണ്. അതുകൊണ്ട് അതിനകത്ത് എല്ലാ തീസിസ്, ആർട്ടിക്കിൾ മാത്രമല്ല തീസിസ് കാണും. ദെൻ PG ഡിസർട്ടേഷൻസ് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണും, പ്രോജക്റ്റുകൾ കാണും, വർക്കിംഗ് പേപ്പർ കാണും, അങ്ങനെയുള്ള എല്ലാം ഈ ഓപ്പൺ ഇതിലുണ്ട്. ദെൻ ഓപ്പൺ സയൻസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് അതൊരു ഓപ്പൺ ആക്സസ് പ്ലാറ്റ്ഫോം ആണ്. അവർ സയന്റിഫിക് റീഡിങ് അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവർ കുറേ ഡേറ്റ സെറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളൊരു പ്രൈമറി സർവേ നടത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡേറ്റാബേസ് എന്ത് ചെയ്യാം, അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അത് വെച്ച് വേറെ ആരെങ്കിലും ആ സർവേയുടെ വേറെ കോൺടാക്ട് ചെയ്യും. ICSR അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, ICSR പ്രോജക്റ്റിലൊക്കെ അവർ സർവേ ആക്സസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് വെച്ച് അതുപോലെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ദെൻ AI ടൂൾസ്, അതിന്റെയും പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമും വർഷങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതും സ്നാപ്ഷോട്ട് എടുത്താൽ മതി. ഫുൾ ഇത് കവർ ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്നിട്ട് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിലേക്ക് പോകാൻ വേണ്ടിയാണ്. ദെൻ ബിഗ് ഡേറ്റ അനാലിറ്റിക്സിന്റെ പ്ലാറ്റ്ഫോംസ് ആണ് ഇതെല്ലാം. റഫറൻസ് മാനേജ്മെന്റ് സിസ്റ്റം, മെന്റലി സൊട്ടിയറോ, cite this for me, and writing, editing, SPS and analysis of your biobank. ഇതിൽ ഈ ഡിജിറ്റൽ ഐഡന്റിറ്റി ആൻഡ് ഇമ്പാക്ട് ട്രാക്കിംഗ് ടൂൾസ് നിങ്ങൾ പലരും പരിചയപ്പെട്ടുള്ളതായിരിക്കും. ഓർക്കിഡ്, ഗൂഗിൾ സ്കോളർ, സ്കോപ്പസ്, ഓതർ ID, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റിസർച്ച് ഗേറ്റ്, പബ്ലോൺസ്, പ്ലംഎക്സ്, ആൾട്ട് മെട്രിക്, അതെല്ലാം. അതിൽ ജനറലി ഇപ്പോൾ ആർക്കും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓർക്കിഡ്, ദെൻ ഗൂഗിൾ സ്കോളർ, സ്കോപ്പസ് പബ്ലിഷ് ചെയ്തവർക്ക് മാത്രമേ സ്കോപ്പസ് ഓതർ ID കിട്ടും. റിസർച്ച് ഗേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസർച്ച് പബ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ഓപ്പൺ ആക്സസ് എന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് റിസർച്ചിന്റെ പ്രോസസ് ആണ് റൈറ്റിംഗ് പ്രോസസ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, ലിറ്ററേച്ചർ റിവ്യൂ, ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ, ദെൻ റിസർച്ച് ഡിസൈൻ, സെലക്ഷൻ ഓഫ് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ, ഡേറ്റ കളക്ഷൻ, ഡേറ്റ അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, ഹൈപ്പോത്തസിസ് ടെസ്റ്റ്, റിപ്പോർട്ട് റൈറ്റിംഗ്, പ്രസന്റേഷൻ ആൻഡ് ഡിസമിനേഷൻ. ഇത്രയാണ് എന്റെ റിസർച്ച് ലേ ഔട്ടിനകത്ത് വരുന്നത്. ഹോൾഡ് ചെയ്യണേ, ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യും.
സ്ലൈഡ് വിസിബിൾ ആണോ? അല്ല മാഷേ. ഇപ്പൊ കാണുന്നുണ്ട്. അടുത്ത നമുക്ക് ഈ റിസർച്ച് മെത്തഡോളജിക്കകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഇതിന് സാധാരണയായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ 1-ലും അതുപോലെ തന്നെ പേപ്പർ 2-ലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ്. അപ്പൊ ഇതിൽ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അസംഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു ടെന്റേറ്റീവ് എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കുന്നത്. ടെന്റേറ്റീവ് എക്സ്പ്ലനേഷൻ ആയതുകൊണ്ടാണ് ഇത് സാധാരണ എന്താകുന്നത്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. റിസർച്ച് ഹൈപ്പോത്തിസിസ് എപ്പോഴും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. നിങ്ങളുടെ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ വർക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. അത് നമ്മൾ നെസ്റ്റഡ് ഹൈപ്പോത്തിസിസ് എന്നൊക്കെ പറയും. ഓക്കെ, ദെൻ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. ഒന്ന്, ഇറ്റ് ഷുഡ് ബി ടെസ്റ്റബിൾ, ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിരിക്കും. അതായത് ഒരു ഹൈപ്പോത്തിസിസിനകത്ത്, ഒരു റിസർച്ച് ഹൈപ്പോത്തിസിസിനകത്ത് മാക്സിമം 2 വേരിയബിളോ അല്ലെങ്കിൽ ഒരു ഡിപെൻഡന്റ് വേരിയബിളോ അതിന്റെ സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേ പറയാവൂ. അതാണ് ക്ലിയർ ആൻഡ് പ്രിസൈസ് എന്ന് പറയുന്നത്. ദെൻ സ്പെസിഫിക് ആയിരിക്കും, പർട്ടിക്കുലർ ആസ്പെക്ട് അല്ലെങ്കിൽ വേരിയബിളിനെ കുറിച്ചായിരിക്കും അതിനകത്ത് പറയേണ്ടത്. കൺസിസ്റ്റ് വിത്ത് എക്സിസ്റ്റിംഗ് നോളജ് ആണ്. നമുക്ക് ഹൈപ്പോത്തിസിസ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജ് എന്താണ് അല്ലെങ്കിൽ തിയററ്റിക്കൽ നോളജ് എന്താണ് അതിനെ ബേസ് ചെയ്താണ് എന്ത് ചെയ്യുക, ഹൈപ്പോത്തിസിസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദെൻ എംപിരിക്കലി വെരിഫയബിൾ ആയിരിക്കും. നമ്മൾ എടുക്കുന്ന വേരിയബിൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടോ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവോ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റി ആ ഡേറ്റ കളക്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹൈപ്പോത്തിസിസിനെ ഒന്നുകിൽ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ റിഫ്യൂട്ട് ചെയ്യാം, റിജക്ട് ചെയ്യും. സിമ്പിൾ ആയിരിക്കും. കോംപ്ലക്സ് ആയ ഹൈപ്പോത്തിസിസ് ഇപ്പൊ 2 വേരിയബിൾ എടുത്തു, കൺസംഷൻ ഇൻകം എടുത്തു കഴിഞ്ഞാൽ there is no significant relation between consumption and income ആണ് ഏറ്റവും സിമ്പിൾ ആയ ഹൈപ്പോത്തിസിസ്. കുറച്ചുകൂടി നിങ്ങൾ അഡ്വാൻസ് ലെവൽ റിസർച്ച് ആണ് ചെയ്യുന്നതെങ്കിൽ there is no significant association, നിങ്ങൾ ടെസ്റ്റിനനുസരിച്ച് എഴുതാം. there is no relation എഴുതിയാൽ മതി. അതാണ് ഏറ്റവും സിമ്പിൾ ആയ ഹൈപ്പോത്തിസിസ്. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോത്തിസിസ് എപ്പോഴും നമ്മുടെ റിസർച്ചിനുള്ള ഒരു ഗൈഡാണ്. അതായത് റിസർച്ച് എങ്ങനെ പോകുന്നു, റിസർച്ചിൽ ഏതൊക്കെ വേരിയബിൾസ് നമ്മൾ എടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഗൈഡിങ് ആണ് ടൂളാണ് എന്ത് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. രണ്ടാമത്തെ കാര്യം, റിസർച്ചിന്റെ സ്കോപ്പ്, നമ്മൾ എത്രത്തോളം അതിന്റെ ബൗണ്ടറി നമുക്ക് റീഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ബൗണ്ടറി ഡിഫൈൻ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കും, ഹൈപ്പോത്തിസിസ് സഹായിക്കും. Then forms the basis for data collection. ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു അടിസ്ഥാനമാണ് എന്ത് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. Then enhances the objectivity. നമ്മുടെ റിസർച്ചിന് ഒരു ഫോക്കസ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഫ്രീ ഫ്രം അൺബയാസ്നെസ് എന്ത് സഹായിക്കും, ഹൈപ്പോത്തിസിസ് സഹായിക്കും. Then statistical analysis. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതല്ല, there is no relation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ സാധാരണ കൈ സ്ക്വയർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കൈ സ്ക്വയർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ മാൻമേഡ് ടെസ്റ്റ് യൂസ് ചെയ്യാം. there is no significant relation ആണ്. കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ എന്താ അർത്ഥം, അനോവോ പോലുള്ള ടെസ്റ്റ് യൂസ് ചെയ്യാന്നാണ് അതിനർത്ഥം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊട്ടാണ് യഥാർത്ഥത്തിൽ പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന്, നൾ ഹൈപ്പോത്തിസിസ്. അപ്പൊ സാധാരണ നമ്മൾ എന്താണോ റിജക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനാണ് നമ്മൾ റിസർച്ചിൽ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതായത് സംതിങ് വി വാണ്ട് ടു റിജക്ട്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് നൾ ഹൈപ്പോത്തിസിസ്. അതുകൊണ്ടാണ് അതിന് എന്താ എഴുതുക, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ എഴുതുക. There is no significant difference in student performance between online and offline class എന്ന് പറയും. എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട എന്താണ്, പെർഫോമൻസിൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടെന്നാണ്. ചിലപ്പോൾ അറ്റൻഷൻ ആയിരിക്കും, ചിലപ്പോൾ അവരുടെ റിട്ടൻഷൻ ഡയമെൻഷൻ ആയിരിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിരിക്കും. പക്ഷെ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ എപ്പോഴും എന്ത് പറയുക, നൾ ഹൈപ്പോത്തിസിസ് പറയുക. അതായത് സംതിങ് വി വാണ്ട് ടു റിജക്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് നൾ ഹൈപ്പോത്തിസിസ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. റിസർച്ച് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നൾ ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ് ചെയ്താൽ മതി. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് സെൽഫ് മീനിങ് ആണ്. അതായത് നമ്മൾ വീണ്ടും അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെയാണ് ഓൾട്ടർനേറ്റ് എന്ന് ആർട്ടിക്കിൾ എഴുതുമ്പോഴോ അല്ലെങ്കിൽ റിസർച്ച് എഴുതുമ്പോഴോ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നൾ ഹൈപ്പോത്തിസിസ് പറഞ്ഞു. ഇവിടെ ഇനി ഇത് പ്രധാനപ്പെട്ടതാണ്. അതായത് ഇതിന്റെ സ്റ്റെപ്സ്, ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, ലിറ്ററേച്ചർ റിവ്യൂ നടത്തുക, നമുക്ക് വേണ്ട വേരിയബിൾസ് ഐഡന്റിഫൈ ചെയ്യുക. ഇത് മൂന്നും ഒരു കോമൺ ബേസിക്സ് ആണ്. അതിന്റെ ഒരു തുടക്കം നോക്കും. ആൻഡ് റിസർച്ച് പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്തിട്ടാണ് ലിറ്ററേച്ചർ റിവ്യൂലേക്ക് പോവുക. ദെൻ വേരിയബിൾസ് ഐഡന്റിഫൈ, ദെൻ ഫോർമുലേറ്റ് നൾ ഹൈപ്പോത്തിസിസ്, then test the hypothesis. ഇതാണ് സാധാരണ വരുന്നത്. ഈ ഡെവലപ്പ് ദി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒരു പ്രാവശ്യം നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇത് ആഡ് ചെയ്തു. ടെക്സ്റ്റിനകത്ത് റെഫറൻസ് ടെക്സ്റ്റിനകത്ത് ഈ ഒരു കമ്പോണന്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ നെറ്റിന്റെ ഒരു ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളതാണ് ഒരു ഓർഡർ ആയിട്ട് റെഫറൻസ് ബുക്കിനകത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇപ്പം ഫോർമുലേറ്റ് നൾ ഹൈപ്പോത്തിസിസ്, then develop the alternate hypothesis also. Then
ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇത് ചിലപ്പോൾ മീനിങ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ പ്രോബബിലിറ്റി ത്രെഷോൾഡ് സെറ്റ് ബൈ ദ റിസർച്ചർ ടു ഡിറ്റർമിൻ വെദർ ടു റിജക്ട് ദി നൾ ഹൈപ്പോത്തിസിസ് ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് നമ്മൾ നടത്തുമ്പോൾ നൾ ഹൈപ്പോത്തിസിനെ റിജക്ട് ചെയ്യാനായിട്ട് ഒരു ത്രെഷോൾഡ് ലിമിറ്റ് ഉണ്ടാവും. അതായത് ഞാൻ പറയുന്നത് എന്റെ സ്റ്റേറ്റ് 95% കറക്റ്റ് ആയാൽ മതിയോ, 97 വേണോ, 99 വേണോ എന്ന് എനിക്ക് ലിമിറ്റ് ചെയ്യാം. ആ ലിമിറ്റിനെയാണ് നമ്മൾ പറയുക ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പൊ 95% കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% എറർ സംഭവിക്കാം. അപ്പൊ 5% അവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് സെയിം ആസ് it represents what the probability of making a type 1 error. Okay, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രധാനപ്പെട്ടതാണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് സെയിം ആസ് or that represents the probability of making a type 1 error, which means at what threshold we can reject what a true null hypothesis. നമ്മൾ ടെസ്റ്റ് നടത്തിയപ്പോൾ റിലേഷൻ ഇല്ലെന്ന് പറഞ്ഞു, പക്ഷെ അത് ലിമിറ്റ് മീൻസ് അതിനെ റിജക്ട് ചെയ്യാൻ പോകും. അതാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുക. അതിനാണ് നമ്മൾ ആൽഫ അല്ലെങ്കിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറയുക. ടൈപ്പ് 1 എററിനെ നമ്മൾ എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? ആൽഫ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ത്രെഷോൾഡ് ലിമിറ്റ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം എക്സ്ട്രീംലി സിഗ്നിഫിക്കന്റ് ആണ്. അതായത് നമ്മൾ ചില സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ സ്റ്റാർ ആയിട്ട് കിട്ടും. 3 സ്റ്റാർ ആണെങ്കിൽ അതിനർത്ഥം റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ് അറ്റ് 0% ലെവൽ. 100% നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ് എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യുകയാണ്. there is no significant relation എന്ന് പറഞ്ഞ കാര്യം തെറ്റാണ്. അവിടെ there is significant relation. ആ സിഗ്നിഫിക്കന്റ് എങ്ങനെയാണ്? there is extremely significant relation എന്നിട്ട് അതാണ് 0% എന്ന് പറയുന്നത്. 1% ആണെങ്കിൽ 99% നമ്മൾ പറഞ്ഞ ശരിയാണ്. നമുക്ക് അവിടെ റിലേഷൻ ഉണ്ട്. നമ്മുടെ അടുത്ത് എക്സും വൈയും 2 വേരിയബിൾ തമ്മിൽ റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് എന്ത് പറയുന്നു? നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യുന്നു. എങ്ങനെയായിരുന്നു നൾ ഹൈപ്പോത്തിസിസ്? there is no significant relation between x and y എന്നായിരുന്നു. നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? എക്സും വൈയും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. ഏതാ സിഗ്നിഫിക്കന്റ് ലെവൽ? 1% ആണ്. അപ്പൊ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ വരും? there is very significant relation. Okay, very significant relation between x and y എന്ന് എഴുതാം. അല്ലെങ്കിൽ there is very strong evidence against h naught എന്ന് പറഞ്ഞാൽ h naught എന്ത് ചെയ്യുന്നു? 1% റിജക്ട് ചെയ്യും. ഇത് 1 സ്റ്റാർ അല്ലെങ്കിൽ 0.05 എന്ന് വെച്ചാൽ 5% എന്ന് പറയുമ്പോൾ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ സാധാരണ സോഷ്യൽ സയൻസ് റിസർച്ചിലും ബാക്കിയുള്ളതിലെല്ലാം നമ്മൾ ഈ 5% എന്ന് പറഞ്ഞ ത്രെഷോൾഡാണ് പറയുക. പക്ഷെ മെഡിക്കൽ സയൻസിലൊക്കെ ആണെങ്കിൽ 0.001 വരുന്നതുകൊണ്ട് 0.01 ഒക്കെയാണ് പരമാവധി വരുന്നത്. അത് താഴോട്ട് വരത്തില്ല. ഓക്കെ, നോൺ സ്റ്റാർ അല്ലെങ്കിൽ 10% എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തില്ല? നമ്മൾ പറയുന്ന ഇൻഫറൻസ് വീണ്ടും റീടെസ്റ്റ് ചെയ്യണം. മോഡറേറ്റ് അല്ലെങ്കിൽ ലെസ് സിഗ്നിഫിക്കന്റ് ആണ് അല്ലെങ്കിൽ നോട്ട് അറ്റ് ഓൾ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ അവിടെ നമുക്ക് നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യാനായിട്ട് നമുക്ക് എവിഡൻസ് ഇല്ല. ഫെയിൽ ടു റിജക്ട് നൾ ഹൈപ്പോത്തിസിസിലേക്ക് പോകും. ഈ ഒരു ടേബിൾ പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തൊരു പോയിന്റ് ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ആദ്യം ഓർമ്മിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ്, ഡിഗ്രി ഓഫ് ഫ്രീഡം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഡിഗ്രി ഓഫ് ഫ്രീഡം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കാരണം അതിന്റെ ഫോർമുല ടോട്ടൽ ഒബ്സർവേഷൻ മൈനസ് ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിന്റ് ആണ്. ടോട്ടൽ ഒബ്സർവേഷൻ മൈനസ് ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിന്റ് ആണ്. ഈ ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പം 1 സാമ്പിൾ ടി ടെസ്റ്റ് ഉണ്ട്, 2 സാമ്പിൾ ഉണ്ട്, കൈ സ്ക്വയർ അതിന് 2 ഇതായിട്ട് വരുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് വരുന്നുണ്ട്, ദെൻ അനോവ വരുന്നുണ്ട്, അൻകോ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ടെസ്റ്റും ഉണ്ട്. പക്ഷെ ഇതിനെല്ലാത്തിനും ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനകത്ത് വരുന്ന ഈ ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിന്റ് ഡിഫറെന്റ് ആണ്. ടോട്ടൽ ഒബ്സർവേഷൻ ചിലപ്പോൾ സെയിം ആണ്. എല്ലാത്തിനും നമുക്ക് എറർ ആൻഡ് ഓപ്ഷൻ ഒന്നില്ലെങ്കിൽ ത്രൂ ഔട്ട് ദി ടെസ്റ്റ് എന്തായിരിക്കും? ടോട്ടൽ ഒബ്സർവേഷൻ സെയിം ആയിരിക്കും. ബട്ട് ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിന്റ് ആണ് എന്തിനെ തീരുമാനിക്കുന്നത്? ഡിഗ്രി ഓഫ് ഫ്രീഡത്തെ എക്സാക്ട്ലി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിന് അനുസരിച്ച് എന്ത് വേരി ചെയ്യുന്നത്? ഡിഗ്രി ഓഫ് ഫ്രീഡം വേരി ചെയ്യുന്നത്. നെറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഡിഗ്രി ഓഫ് ഫ്രീഡത്തെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രൈം കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിൻസ് ഇൻ ദ മോഡലാണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ ബേസ് ആണ് പറയുന്നത് ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ടാണ് ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ ഡിഫറെന്റ് മോഡൽസിന് ഡിഫറെന്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്. കാരണം ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ എന്ന് പറയുന്നുണ്ട്, ജസ്റ്റ് നോക്കുക. കൈ സ്ക്വയർ ടെസ്റ്റ് അനോവ. ഇതിൽ അനോവയിലാവുമ്പോൾ കെ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഗ്രൂപ്പ് ആണ്, എൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഒബ്സർവേഷൻ ആണ്. ഓക്കെ, കൈ സ്ക്വയർ ടെസ്റ്റ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണെങ്കിൽ കെ ആണ്. കെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാറ്റഗറീസ് ആണ്. ദെൻ ഇൻഡിപെൻഡൻസ് ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിജൻസി ടേബിൾ യൂസ് ചെയ്യും. കൈ സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ആകുമ്പോൾ കണ്ടിജൻസി ടേബിൾ, അതായത് നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോയിന്റെ നമ്പർ ഓഫ് കോളംസ്. ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു, ക്വസ്റ്റ്യന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി എഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി കൊടുത്തു. അത് നിങ്ങൾ ഒരു 5 ഡിസ്ട്രിക്ട് എടുത്തു. അപ്പൊ 5 ആണ് അവിടുത്തെ നമ്പർ ഓഫ് റോ എന്ന് പറയുന്നത് 5 ആണ്, നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് 5 തന്നെയാണ്. അപ്പോൾ 5 - 1 × 5 - 1 അങ്ങനെ ചോദിച്ചിട്ടുണ്ട്.
ഒരു chi-square ടെസ്റ്റ് ആസ് ഇൻഡിപെൻഡൻസിൽ 5 റോയും 5 കോളം ആണ്. അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? ഓക്കെ, അപ്പൊ ഈ ഫോർമുല പഠിക്കുക. എന്നിട്ട് അത് വരുന്ന കോണ്ടെക്സ്റ്റിൽ ചിലപ്പോൾ ന്യൂമറിക്കൽ ടേബിൾ ചോദിച്ചിട്ടുള്ളതാണ്, അപ്പൊ അത് വെച്ച് എഴുതി. ഓക്കെ, അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ ടൈപ്പ് 1 എറർ ഞാൻ നേരത്തെ പറഞ്ഞു. ഇതെന്ന് പറയുന്നത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കൊണ്ട് ഇന്റർലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫാൾസ് പോസിറ്റീവ്. ടൈപ്പ് 1 എററിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഫാൾസ് പോസിറ്റീവ് എന്ന് പറയും. It occurs when the null hypothesis is rejected even though it is actually true. അപ്പോൾ നിങ്ങൾ ഒരു ഹൈപ്പോതെസിസ് ഫ്രെയിം ചെയ്തു, there is no significant relation between x and y. ഓക്കെ, അതായത് ഇൻകവും കൺസംഷനും തമ്മിൽ, ഇൻകവും കൺസംഷനും കാര്യത്തിൽ കരുതുക, ഇൻകവും കൺസംഷനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. ടെസ്റ്റ് പ്രൂവ് ചെയ്തപ്പോഴത്തേക്കും ഇൻകം കൂടി അല്ലെങ്കിൽ കൺസംഷൻ കൂടി, സാധാരണ വരുന്നതാണ്, അല്ലെങ്കിൽ ഇൻകം കൂടി പക്ഷെ കൺസംഷൻ കുറഞ്ഞു, വയലേറ്റ് ചെയ്തു, ബന്ധം പറയാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നൾ ഹൈപ്പോതെസിസ് ശരിയാണ്, പക്ഷെ അതിന് എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന എററാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ടൈപ്പ് 1 എറർ എങ്ങനെ കുറയ്ക്കാമെന്നുള്ള ഈ മെഷേഴ്സ് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, യൂസ് ഈ ലോവർ ആൽഫ ലെവൽ. ആൽഫ ലെവൽ കുറച്ചു കഴിഞ്ഞാൽ ടൈപ്പ് 1 എറർ കുറയ്ക്കാൻ പറ്റും. ദെൻ സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് 1 എറർ കുറയ്ക്കാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്കൽ കറക്ഷൻസ്, അതായത് ചില എലമെന്റ്സിൽ എറർ ആൻഡ് ഒമിഷൻസ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവില്ല ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിൽ, അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ടൈപ്പ് 1 എറർ കുറയ്ക്കാൻ പറ്റും. ദെൻ ടൈപ്പ് 2 എറർ എന്ന് പറയുമ്പോൾ ഫോൾസ് നെഗറ്റീവ് എന്ന് പറയും. അതായത് when the null hypothesis is not rejected even though it is actually false. ഒരു തെറ്റായ null hypothesis നമ്മൾ റിജക്ട് ചെയ്യാൻ പറ്റുന്നില്ല, want to accept it. That is what is called type 2 error. Okay, ഇതിൽ ഏതാണ് ഏറ്റവും കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് 2 എറർ ആണ് പ്രശ്നക്കാരൻ. ടൈപ്പ് 1 എറർ അല്ല, ടൈപ്പ് 2 എറർ ആണ് റിസർച്ചിൽ കൂടുതലായിട്ടുള്ള ബയാസ്ഡ് ഇൻഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബയാസ്ഡ് ഇൻഫറൻസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത് ടൈപ്പ് 2 എറർ ആണ്, അഥവാ ഫോൾസ് നെഗറ്റീവ് ആണ്. അപ്പൊ ഇതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മാർഗം സാമ്പിൾ സൈസ് കൂട്ടുക, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻക്രീസ് ചെയ്യും. അതാണ് ചില ടെസ്റ്റിനകത്ത് ചിലപ്പോൾ 0.01 പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയും അത് എറർ ആണെന്ന് പറയും. അപ്പൊ അതിനെ ഇൻക്രീസ് ചെയ്തിട്ട് 0.5 വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ പവർ കൂടിയ ടെസ്റ്റുകൾ യൂസ് ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പൊ അനോവ ചെയ്തു, അനോവ എക്സ്റ്റൻഷൻ ആയിട്ട് പോസ്റ്റ് LSDO അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കും. അപ്പൊ അതാണ് ടൈപ്പ് 2 എററിനെ ഓവർകം ചെയ്യാനുള്ള മാർഗം. ഇതാണ് ഇതിന്റെ ഒരു വിഷ്വലൈസേഷൻ. ഇതും നിങ്ങളുടെ മൈൻഡിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എററിൻ്റെത്. ടൈപ്പ് 1 എറർ സോറി നൾ ഹൈപ്പോതെസിസ് ട്രൂ ആണ്. നമ്മൾ സ്റ്റേറ്റ് ഓഫ് നാച്ചുറൽ പറയുമ്പോൾ നൾ ഹൈപ്പോതെസിസ് ട്രൂ ആണ്, എന്നാൽ കറക്റ്റ് ഡിസിഷൻ ആണെങ്കിൽ അക്സെപ്റ്റ് നൾ ഹൈപ്പോതെസിസ്, അവിടെ പ്രശ്നമില്ല. ദെൻ റിജക്റ്റ് ആണെങ്കിൽ ടൈപ്പ് 1 ആണെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞാൽ റിജക്ട് നൾ ഹൈപ്പോതെസിസ് when it is true, accept null hypothesis when it is false, that is what is called type 2 error. It is denoted by beta. Reject null hypothesis when it is false, that is the correct decision. അപ്പോൾ ഇവിടെ കറക്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് 1 - ആൽഫയും 1 - ബീറ്റയും ആണ് സാധാരണ കറക്റ്റ് ഡിസിഷൻ ആയിട്ട് പറയുക. ആൽഫ എന്ന് പറയുന്നത് ടൈപ്പ് 1 എററിന്റെ ഇൻഡിക്കേഷനും ആൽഫ 2 എന്ന് പറയുന്നത് ടൈപ്പ് 2 എറർ, സോറി ബീറ്റ എന്ന് പറയുന്നത് ടൈപ്പ് 2 എററിന്റെ ഇൻഡിക്കേഷനുമാണ്. അത് രണ്ടും എറർ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, ആൽഫയും ബീറ്റയും. ആൽഫ ഈസ് സെയിം ആസ് വാട്ട്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കോർ ടോപ്പിക് എന്ന് പറയുക സാമ്പിളിംഗ് ടെക്നിക്സ് ആണ്. പലപ്പോഴും എക്സാമിൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഒന്നിനും ഒരു കോണ്ടെക്സ്റ്റ് തന്നിട്ട് സാമ്പിളിംഗ് ടെക്നിക്സ് ഏതാണെന്ന് ചോദിക്കും. അതല്ലെങ്കിൽ ഒരു സാമ്പിളിംഗ് ടെക്നിക്സിന്റെ ഡെഫിനിഷനോ അല്ലെങ്കിൽ അതിന്റെ കീ ഫീച്ചറോ അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻസ് അങ്ങനെ തന്നിട്ട് ഇത് ഏത് സാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് ചോദിക്കും. ചിലപ്പോൾ ഇത് മാപ്പിങ്ങിന് വേണ്ടി ചോദിക്കും. ഉദാഹരണത്തിന് റാൻഡം സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ടെക്നിക്ക് വരും, നോൺ റാൻഡം വന്നിട്ട് അതിൽ ഓപ്ഷൻ തരും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഇത് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അതിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടും. ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ, റഫറൻസ് ബുക്ക് വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ CR കോത്താരിയുടെ റിസർച്ച് മെത്തഡോളജി വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏരിയയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നല്ല ഡീപ്പായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ ഞാനൊരു പ്രധാനപ്പെട്ട കോർ പോയിന്റ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും സാമ്പിൾ ടെക്നിക്സ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റുക. റാൻഡം സാമ്പിളിങ്ങിനകത്ത് തന്നെ നമുക്ക് സിമ്പിൾ റാൻഡം ഉണ്ട്, റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് ഉണ്ട്. സിമ്പിൾ റാൻഡം എന്ന് പറയുമ്പോൾ ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ്, ലോട്ടറി മെത്തേഡ് ഇതെല്ലാമാണ് സിമ്പിൾ റാൻഡം. റെസ്ട്രിക്റ്റഡ് റാൻഡം ആണ് ഈ പറഞ്ഞിരിക്കുന്നത് സിസ്റ്റമാറ്റിക്സ് റാൻഡം, സ്ട്രാറ്റിഫൈഡ് റാൻഡം, ക്ലസ്റ്റർ, ദെൻ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ഇത് നാലുമാണ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയും. സിസ്റ്റമാറ്റിക്, സ്ട്രാറ്റിഫൈഡ്, ക്ലസ്റ്റർ ആൻഡ് മൾട്ടി സ്റ്റേജ്. ഇത് നാലിനെയാണ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയും. അപ്പൊ ഈ സിസ്റ്റമാറ്റിക് ആകുമ്പോൾ നമ്മളൊരു certain ഇന്റർവെല്ലിലുള്ള എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? സാമ്പിൾസ് ആയിട്ട് സെലക്ട് ചെയ്യും. പണ്ട് സ്കൂളിലെ ടീച്ചേഴ്സ് റോൾ നമ്പർ 5 മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയും, 5, 10, 15 അവരൊരു ഗ്രൂപ്പ് ആക്കി മാറ്റുന്നു. അല്ലെങ്കിൽ ഒരു ബെഞ്ചിൽ അറ്റത്തിരിക്കുന്നവരെല്ലാവരും ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റുന്നു. ഇങ്ങനൊരു സ്പെസിഫിക് ഒരു ഇന്റർവെൽ ബേസ് ചെയ്താണ് എടുക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയും. ഇതൊരു ജനറലി ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ആണ്.
സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയും. രണ്ടാമത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആണ്. ഈ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആകുമ്പോൾ നമുക്കുള്ള എൻറ്റയർ പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്യും, സബ് ഗ്രൂപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എൻറ്റയർ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻടു സബ് ഗ്രൂപ്പ്സ്. ഈ സബ് ഗ്രൂപ്പ്സിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റം എന്ന് പറയും. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിലെ സബ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റം. ഓക്കെ, സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്, അതിന്റെ സിംഗുലർ ആണ് സ്ട്രാറ്റം. STRATUM സ്ട്രാറ്റം. ഓക്കെ, സ്ട്രാറ്റം എന്നാണ് ഓരോ ഗ്രൂപ്പിനെ വിളിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത, ഒരു ഗ്രൂപ്പിനകത്തുള്ളവർക്കെല്ലാം ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും, ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും വിത്തിൻ ദി ഗ്രൂപ്പ്. ബിറ്റ്വീൻ ദ ഗ്രൂപ്പ് ആണെങ്കിൽ ഹെട്രോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സും ആയിരിക്കും. ഓക്കെ, ഉദാഹരണത്തിന് ഞാനൊരു സ്റ്റഡി നടത്തുന്നു, ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സർവേ ആണ്. അപ്പൊ ഞാൻ റിലീജിയൻ വൈസ് ആണ് ക്ലാസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്റെ സ്ട്രാറ്റ് എന്തായിരിക്കും, ഡിഫറെന്റ് റിലീജിയൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് എടുക്കുന്നു. ഓക്കെ, 3 മേജർ റിലീജിയൻ എടുക്കുന്നു. അപ്പം ഒരു ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് ഹിന്ദുസ് ആണെങ്കിൽ അതിനകത്ത് വരുന്ന എല്ലാം ഹിന്ദുസ് ആയിരിക്കും. ബിക്കകത്ത് വരുന്നതെല്ലാം മുസ്ലിംസ് ആയിരിക്കും. സി എന്ന് പറയുന്ന എല്ലാം ക്രിസ്ത്യൻസ് ആയിരിക്കും സപ്പോസ്. അപ്പൊ ഇവിടെ ഓരോ സാമ്പിളും എന്താണ്, ഹോമോജീനിയസ് ഗ്രൂപ്പാണ്. അത് ഞാൻ എടുക്കുന്ന സ്ട്രാറ്റയെ ബേസ് ചെയ്താണ്. ഞാൻ പറയും ഹിന്ദുവിൽ തന്നെ ഒരുപാട് ഹിന്ദുക്കളില്ലേ സാറേ, മുസ്ലിമിൽ തന്നെ ഒരുപാട് ഹിന്ദുക്കളില്ല, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എടുക്കുന്ന സബ് ഗ്രൂപ്പിനകത്ത് ഒരു ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉൾപ്പെടും എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവർ തമ്മിൽ എന്തുണ്ടായിരിക്കും, ഹെട്രോജനിറ്റി ആണ്. ഒരു ഗ്രൂപ്പിൽ വന്ന റിലീജിയൻ ആയിരുന്നു എന്റെ കാറ്റഗറിക്കൽ വേരിയബിൾ, അപ്പൊ അടുത്ത ഗ്രൂപ്പിൽ വന്നത് വേറൊരു റിലീജിയൻ ആണ്. ഈ റിലീജിയൻ മറ്റൊരു ഗ്രൂപ്പിലേക്ക് പോവില്ല. ഓക്കെ, അതായത് ഓവർലാപ്പിംഗ് വരില്ല. അതാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പം പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്യും, സബ് ഗ്രൂപ്പ് ആയ സ്ട്രാറ്റ ആയിട്ട് ഡിവൈഡ് ചെയ്യും. സ്ട്രാറ്റയുടെ കീ ഫീച്ചർ അതിനകത്ത് ഹോമോജിനിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, സോ വിത്തിൻ ദി സ്ട്രാറ്റം ദർ ഈസ് ഹോമോജനിറ്റി, ബിറ്റ്വീൻ ദ സ്ട്രാറ്റ ദർ ഈസ് ഹെട്രോജനിറ്റി. ഓക്കെ, അടുത്തത് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയും. ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പോപ്പുലേഷനെ സാമ്പിൾ ഗ്രൂപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ സാമ്പിൾ ഗ്രൂപ്പിനെ ക്ലസ്റ്റർ എന്ന് പറയും. ഒരു ക്ലസ്റ്ററിനകത്ത് എന്തോ ഉണ്ടാവണമെന്നില്ല, ഹോമോജനിറ്റി ഉണ്ടാവില്ല. ക്ലസ്റ്റർ എപ്പോഴും ഒരു ഹെട്രോജനിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഗ്രൂപ്പിനെയാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. സ്ട്രാറ്റ എന്ന് പറയുമ്പോൾ ഹോമോജനിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഗ്രൂപ്പിനെയാണ് സ്ട്രാറ്റ എന്ന് പറയുക. ഇതാണ് ഇതിലെ ടെക്നിക്കൽ ഡിഫറൻസ്. ബാക്കി നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് കൊണ്ടുവരുന്ന പ്രോസസ് എല്ലാം സെയിം ആണ്, പക്ഷെ അതിന്റെ ടെക്നിക്കൽ ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ക്ലസ്റ്റർ സാമ്പിളിംഗിലെ സബ് ഗ്രൂപ്പായ ക്ലസ്റ്ററിനകത്ത് ഹെട്രോജനിറ്റി ഫീച്ചർ ആയിരിക്കും. ഓക്കെ, ക്ലസ്റ്റർ possess heterogenetic characteristics, strata possess homogenetic characteristics. അപ്പൊ ഇതാണ് ഇതിന്റെ ടെക്നിക്കൽ ഡിഫറൻസ്. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് നമ്മൾ ജനറൽ ആയിട്ട് നമുക്ക് ഓർമ്മിക്കാനുള്ള ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്ലബിംഗ് ഓർ മിക്സ്ചർ ഓഫ് വാട്ട്, സ്ട്രാറ്റിഫൈഡ് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അതായത് ആദ്യം നമ്മൾ ഒന്നുകിൽ സ്ട്രാറ്റ ഫ്രെയിം ചെയ്യും, ദെൻ ക്ലസ്റ്ററിലേക്ക് പോകും, അല്ലെങ്കിൽ ക്ലസ്റ്റർ ഫ്രെയിം ചെയ്യും എന്നിട്ട് സ്ട്രാറ്റയിലേക്ക് പോകും. ഉദാഹരണത്തിന് ഈ ഒരു വില്ലേജ് ബേസ്ഡ് സ്റ്റഡി നടത്താം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസി ബേസ്ഡ് സ്റ്റഡി നടത്താം. ഓക്കെ, ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, വാർഡുകളായിട്ടോ അല്ലെങ്കിൽ വില്ലേജുകളായിട്ടോ അല്ലെങ്കിൽ റവന്യൂ ബ്ലോക്കുകളായിട്ടൊക്കെ ക്ലസ്റ്റർ ചെയ്യാൻ പറ്റും. ശരിയാണല്ലോ. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ക്ലസ്റ്റർ ആണ്. സാധാരണ എല്ലാ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനും ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. കാരണം അതിനകത്ത് ഹെട്രോജനിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ഏതെങ്കിലും ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്ത്, ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്താണ് നമ്മൾ സാമ്പിൾസ് ഫ്രെയിം ചെയ്യുന്നതെങ്കിൽ അത് സ്ട്രാറ്റിഫൈഡ് ആയി. ഓക്കെ, മൾട്ടി സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഒരു ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്യും, അഥവാ സ്ട്രാറ്റ് ആദ്യം ചെയ്യും, ദെൻ ക്ലസ്റ്ററിലേക്ക് പോകും. നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ആയിട്ട് എടുക്കുന്നു, അത് സ്ട്രാറ്റയാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ലൊക്കാലിറ്റി എടുക്കുന്നു, റൂറൽ അർബൻ എടുക്കുന്നു. അപ്പൊ സ്ട്രാറ്റ എടുത്തു, ദെൻ ക്ലസ്റ്ററിലേക്ക് പോകും. ഓക്കെ, അതാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഈ 4 എണ്ണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഉപയോഗിക്കുന്ന മീൻസ് ലിമിറ്റേഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ കീ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഇതിനൊക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. ഇത് 4 റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുക, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയും. അടുത്ത് പോകുമ്പോഴത്തേക്ക് നോൺ റാൻഡം സാമ്പിളിംഗ് ആണ്. ഒന്നുകിൽ ഏരിയ സാമ്പിളിംഗ്, അല്ലെങ്കിൽ ജോഗ്രഫിക് വേരിയേഷൻ എന്ന് പറയുന്ന സാധനം, ദെൻ കോട്ട സാമ്പിളിംഗ്, ദെൻ പർപ്പസീവ് സാമ്പിളിംഗ്. ഇതിനോടൊപ്പം ഉള്ള ഒരു കാര്യമാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയും. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് റെയറസ്റ്റ് ഓഫ് ദി റെയർ ഫിനോമിനൻ കളക്ട് ചെയ്യണം. ഉദാഹരണത്തിന് ഞാൻ റിസർച്ച് ചെയ്യുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെ റെയറസ്റ്റ് ഓഫ് ദി റെയർ ഫിനോമിനൻ ആകുമ്പോൾ എനിക്ക് അവിടെ റാൻഡം സാമ്പിളിംഗ് പറ്റില്ല, എനിക്ക് ഗ്രൂപ്പ് ആക്കി തിരിക്കാനോ അല്ലെങ്കിൽ ക്ലസ്റ്റർ ആക്കാനോ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 1-2 പേരെ ഐഡന്റിഫൈ ചെയ്യും, അവരിൽ നിന്ന് അടുത്ത 2 പേരിലേക്ക് പോകും, അവരിൽ നിന്ന് അടുത്ത 2 പേരിലേക്ക് പോകും. അപ്പൊ ഒരു സ്മോൾ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ, അല്ലെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റിനെ ഐഡന്റിഫൈ ചെയ്ത് അവരിൽ നിന്ന് നെറ്റ്വർക്കിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയിൻ സാമ്പിളിംഗ് എന്ന് പറയാറ്. അപ്പൊ ഇത് പല പ്രാവശ്യം എക്സാമിൽ കണ്ടിട്ടുള്ളതാണ് സ്നോബോൾ സാമ്പിളിംഗ് അല്ലെങ്കിൽ ചെയിൻ സാമ്പിളിംഗ്. അപ്പൊ ഇവിടെ ചെയ്യുന്നത് ഒരു സാമ്പിൾ റെസ്പോണ്ടന്റിനെ ഐഡന്റിഫൈ ചെയ്യും, ആ സാമ്പിൾ റെസ്പോണ്ടന്റിൽ നിന്ന് അടുത്ത ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ അടുത്ത സാമ്പിൾ റെസ്പോണ്ടന്റിലേക്ക് എത്തിച്ചേരും. അതിനെയാണ് നമ്മൾ പറയുക ചെയിൻ സാമ്പിളിംഗ് അല്ലെങ്കിൽ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയും. സാധാരണയായിട്ട് റെയറസ്റ്റ് ഓഫ് ദി റെയർ ഫിനോമിനൻ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ്, സെക്ഷൽ വർക്കേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് റിസർച്ച് ചെയ്യുമ്പോൾ, ഇവരൊക്കെ റിസർച്ചിലെ ടാർഗറ്റഡ് ഓഡിയൻസ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്നോബോൾ സാമ്പിളിംഗ്
യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പർപ്പസ് അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് ബേസ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ റിസർച്ച് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് പർപ്പസ്ഫുള്ളി നമ്മൾ ആ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ നോൺ റാൻഡം സാമ്പിളിംഗിന്റെ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. റാൻഡം സാമ്പിളിംഗ് ആണെങ്കിൽ അതിനർത്ഥം പോപ്പുലേഷന്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സും സാമ്പിളിൽ ഉണ്ടാകുമെന്നാണ്. ഓക്കെ, പോപ്പുലേഷന്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സും സാമ്പിളിൽ ഉണ്ടാകുമെന്നാണ് റാൻഡം സാമ്പിളിംഗിന്റെ അസംഷൻ. അതുകൊണ്ട് റാൻഡം സാമ്പിളിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ ബേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനറലൈസേഷൻ പറയാൻ പറ്റും. ഇൻഡക്റ്റീവ് ഫ്രെയിംവർക്കാണ്. സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റും. സാമ്പിൾ നമ്മൾ പർട്ടിക്കുലർ ഗ്രൂപ്പാണ്, പർട്ടിക്കുലർ ടു ജനറൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, ഹൈപ്പോതെസിസ് ടെസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും. പക്ഷെ നോൺ റാൻഡം സാമ്പിളിംഗ് ആണ് എങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ജനറലൈസേഷൻ പറ്റില്ല. കാരണം നമ്മൾ പർപ്പസീവ് ആയിട്ടോ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിലോ അല്ലെങ്കിൽ സ്ലോബോൾ ആയിട്ടോ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരിൽ എടുക്കുന്ന അനാലിസിസ് നമുക്ക് ഒരിക്കലും ഈ കമ്മ്യൂണിറ്റിക്ക് മൊത്തം ബാധകമാണ് അല്ലെങ്കിൽ ഈ ഫീച്ചറുള്ള എല്ലാവർക്കും ബാധകമാണ് എന്ന് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പൊ ലാക്ക് ഓഫ് ജനറലൈസേഷൻ ആണ് നോൺ റാൻഡം സാമ്പിളിംഗിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ. ഓക്കെ, ലാക്ക് ഓഫ് ജനറലൈസേഷൻ. ജനറലൈസേഷൻ ആണെങ്കിൽ സാമാന്യവൽക്കരണം സാധ്യമല്ലാത്തതാണ് നോൺ റാൻഡം സാമ്പിളിംഗിന്റെ ലിമിറ്റേഷൻ ആയിട്ട് വരും. ഈ ഒരു സ്ലൈഡ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇത് എന്താണ് നല്ലതെന്ന് അറിയേണ്ടത് നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് അറിയുക. അതിനുവേണ്ടിയാണ് ഈ ഒരു സ്ലൈഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആകുമ്പോൾ ഇതിൽ ഈ കൂട്ടത്തിൽപ്പെടാത്ത ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് 5 കമ്പ്യൂട്ടേഷൻ ആണ് ഉള്ളത്. അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ ജനറലി മീൻ എന്ന് പറയുന്ന സാധനം, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക്. ഇത് 5നെയാണ് കളക്റ്റീവ്ലി സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അടുത്ത ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടുത്ത പാർട്ടാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയും. അതായത് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് 4മാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും കളക്റ്റീവ്ലി നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ആയ 5 എണ്ണവും ഡിസ്പെർഷൻ മെഷേഴ്സ് ആയ 4 എണ്ണവും വരും. ഇനി ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക, ഡിസ്പെർഷൻ വാല്യൂസിനെ അബ്സല്യൂട്ട് മെഷർ ആയിട്ടും പറയാറുണ്ട്, റിലേറ്റീവ് മെഷർ ആയിട്ടും പറയാറുണ്ട്. അബ്സല്യൂട്ട് മെഷർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് 4മാണ് അബ്സല്യൂട്ട് മെഷർ. റിലേറ്റീവ് മെഷർ ആകുമ്പോൾ ഇതും ഈ പറഞ്ഞ അബ്സല്യൂട്ട് മെഷറും ഏതെങ്കിലും ഒരു മീൻ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ തന്നെ മീൻ വാല്യൂ തമ്മിലുള്ള കോഎഫിഷ്യന്റ് ആണ്. അതുകൊണ്ട് അതിന്റെ പേരെന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയും. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരാളുടെ പെർഫോമൻസും കൺസിസ്റ്റൻസിയും നോക്കിയാണ്. ഓക്കെ, പെർഫോമൻസ് എപ്പോഴും സെൻട്രൽ ടെൻഡൻസി ബേസ്ഡ് ആണ്. അപ്പൊ ആവറേജ് കൂടിയിരുന്നാൽ അവരുടെ പെർഫോമൻസ് നല്ലതെന്ന അർത്ഥം. മീൻ വാല്യൂ കൂടി, പെർഫോമൻസ് കൂടുതലാണ് എന്നാണ് അർത്ഥം. കൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയും. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻടു 100. അതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യന്റ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻടു 100. കൺസിസ്റ്റൻസി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക് ടൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്. തെറ്റിപ്പോകരുത്. ഓക്കെ, പലരും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എഴുതിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൺസിസ്റ്റൻസി അല്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പ്രെഡ് ഓർ സ്കാറ്റർനെസ് അറിയാൻ വേണ്ടിയാണ്. അതായത് മീൻ വാല്യൂയിൽ നിന്ന് ഒരു അബ്സല്യൂട്ട് ഡീവിയേഷൻ ആയതുകൊണ്ട് മീൻ വാല്യൂയിൽ നിന്ന് എത്രത്തോളം സ്പ്രെഡ് ഉണ്ട്, സ്കാറ്റർനെസ് ഉണ്ട്, അതിന് സാധാരണ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പം എടുക്കുന്ന വാല്യൂസിന്റെ ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം പ്രെഡിക്ട് ചെയ്തു, അത് ആ പ്രഡിക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണോ അല്ലേ എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ ലോവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും, സിഗ്നിഫിക്കന്റ് അല്ലെങ്കിൽ ഹയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. അപ്പൊ അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് എന്തിനു വേണ്ടിയല്ല? കൺസിസ്റ്റൻസി മെഷർ ചെയ്യാനല്ല. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് കൺസിസ്റ്റൻസി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിസ്പെർഷൻ ടൂൾ. അതുപോലെ തന്നെ നമ്മൾ ഇൻഡെക്സ്, ഒരുപാട് ഇൻഡെക്സ് കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗ്രോത്ത് റേറ്റ് ഇൻഡെക്സ് ഉണ്ട്, പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്, ഇങ്ങനെയുള്ള ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അങ്ങനെയുള്ള കുറെ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെൻട്രൽ ടെൻഡൻസി വാല്യൂ ആണ് ജോമെട്രിക് മീൻ. ഓക്കെ, ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെൻട്രൽ ടെൻഡൻസി വാല്യൂ ആണ് ജോമെട്രിക് മീൻ. ഈ ഒരു 2-3 പോയിന്റ് ഓർമ്മിക്കുക. സാധാരണയായിട്ട് ഒന്നിൽ മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കുന്നതാണ്. ഇനി ഡേറ്റ ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ സ്കെയിൽ എടുക്കുമ്പോൾ, ഡേറ്റ സ്കെയിൽ എടുക്കുമ്പോൾ അതിനകത്ത് നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ റേഷ്യോ ഞാൻ പറയാം. അതായത് നമ്മൾ എടുക്കുന്ന സ്കെയിൽ ഒരു ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ അതിന് നോമിനൽ എന്നോ ഓർഡിനൽ എന്നോ പറയും. ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇന്റർവെല്ലിലേക്ക് റേഷ്യോ ആയിട്ട് ഇടാൻ പറ്റും. അപ്പം നോമിനൽ ഡേറ്റ ആണെങ്കിൽ അവിടെ ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് മോഡാണ്. നോമിനൽ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മെയിൽ ഫീമെയിൽ കാറ്റഗറൈസേഷൻ കൊടുക്കും. ഓക്കെ, ജെൻഡർ ക്ലാസിഫിക്കേഷൻ, ഇതൊരു നോമിനൽ സ്കെയിലാണ്. ജെൻഡർ എന്ന് പറയുന്നത് നോമിനൽ സ്കെയിൽ. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുക്കും, ഇതൊരു നോമിനൽ സ്കെയിൽ. ഓർഡിനൽ എന്ന് പറഞ്ഞാൽ റാങ്കിങ് ആണ്.
അപ്പൊ നോമിനൽ, മോഡ്, ഓർഡിനൽ, ഫസ്റ്റ് പ്രിഫറൻസ് മീഡിയൻ, രണ്ടാമത്തത് മോഡ്. ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക, നോമിനൽ സ്കെയിലിൽ എന്ത് ആപ്ലിക്കബിൾ അല്ല? ഡിസ്പേർഷൻ മെഷർ ആപ്ലിക്കബിൾ അല്ല. നമ്മൾ എടുക്കുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നോമിനൽ ഡേറ്റ ആണ്, അല്ലെങ്കിൽ നോമിനൽ സ്കെയിൽ ഡേറ്റ ആണെങ്കിൽ അവിടെ എന്ത് ആപ്ലിക്കബിൾ അല്ല? ഡിസ്പേർഷൻ ടൈപ്പ് ആപ്ലിക്കബിൾ അല്ല. ഇന്റർവെൽ ആൻഡ് റേഷ്യോയിൽ ഈ 5 സ്റ്റാറ്റിസ്റ്റിക്കൽ സെൻട്രൽ ടെൻഡൻസി വാല്യൂസും 4 ഡിസ്പേർഷൻ വാല്യൂസ്, കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, റിലേറ്റീവ് മെഷർ ആണ്. 4 അബ്സല്യൂട്ട് മെഷർ, 4 സെയിം റിലേറ്റീവ് മെഷർ ആണ് ഡിസ്പേർഷനിലുള്ളത്. ഇത് മൊത്തം സെൻട്രൽ ടെൻഡൻസി എല്ലാ മെഷേഴ്സും ഡിസ്പേർഷന്റെ എല്ലാ മെഷേഴ്സും ഇന്റർവെൽ സ്കെയിലും റേഷ്യോ സ്കെയിലും ആപ്ലിക്കബിൾ ആണ്. പക്ഷെ നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ നേരത്തെ 2 സ്ലൈഡ് കാണിച്ചു. എവിടെയാണ് ഏതൊക്കെയാണ് എടുക്കേണ്ടത്, ഡേറ്റാ ബേസ് ചെയ്തായിരിക്കും അത് എടുക്കേണ്ടത്. അടുത്തൊരു ടേം എന്ന് അറിയേണ്ടത് വേരിയൻസ് ആണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സ്ക്വയർ ചെയ്യുന്നതാണ് വേരിയൻസ്. ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, വേരിയൻസ് ഈസ് ഒരു വാല്യൂ തന്നു, സപ്പോസ് വേരിയൻസ് ഈസ് 36, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. ഈ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിംഗ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പൊ വേരിയൻസ് 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 36, റൂട്ട് ഓഫ് 36, അതാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ 6 എന്ന് കിട്ടും. അല്ലെങ്കിൽ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിവിഷൻ 2 ആണെന്ന് പറയുന്നു. സ്റ്റാൻഡേർഡ് ഡിവിഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറയുന്നത് കൺഫ്യൂഷൻ. സ്റ്റാൻഡേർഡ് ഡിവിഷൻ 3 എന്ന് പറയുന്നു. അപ്പൊ 3ന്റെ സ്ക്വയർ, അതാണ് അവിടെ വേരിയൻസ്. 3ന്റെ സ്ക്വയർ ആകുമ്പോൾ 3 × 3 9. ഓക്കെ, അതാണ് അവിടുത്തെ വേരിയൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ചിലപ്പോൾ ചില ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലെ ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ല. അപ്പൊ അതുപോലുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. നമുക്ക് മാർക്ക് നഷ്ടപ്പെടാതെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെയുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് അനാലിറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിലേഷൻ റിഗ്രഷൻ അനാലിസിസ് ആണ്. കോറിലേഷൻ ആകുമ്പോൾ നമുക്ക് 2 മെഷർമെന്റ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് പിയേഴ്സനും മറ്റൊന്ന് സ്പിയർമാൻ. കാൽ പിയേഴ്സൺ എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയ്ക്കാണ്, സ്പിയർമാൻ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഡേറ്റയ്ക്കാണ്. സ്പിയർമാൻ മെഷർമെന്റ് അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് റാങ്ക് കോറിലേഷൻ എന്ന് പറയും. അതിന് ഫോർമുല നോക്കിയിട്ട് പോവുക. ചിലപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. 1 - 6 സിഗ്മ d square divided by n × n square - 1 എന്ന് പറയുന്ന ഫോർമുലയാണ് സ്പിയർമാൻ. റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഞാൻ ഫോർമുല ഒക്കെ പറഞ്ഞത്. അപ്പൊ അതെന്ത് ചെയ്യുക, നോക്കിയിട്ട് പോകും. ഓക്കെ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ലീനിയർ റിഗ്രഷൻ മോഡൽ വരുമ്പോഴത്തേക്ക് അതിന്റെ പ്രെഡിക്റ്റഡ് വാല്യൂ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. അത് മാത്തമെറ്റിക്കൽ റീസണിംഗ് ചേർത്തൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദെൻ അനാലിറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട 2 മെത്തേഡാണ്. ഒന്ന് കൈ സ്ക്വയർ ടെസ്റ്റ്, അതിൽ ഇൻഡിപെൻഡൻസ് ആയിട്ട് വരുന്നത് കാറ്റഗറിക്കൽ വേരിയബിളിന്റെ ഇൻഡിപെൻഡൻസ് നോക്കാൻ വേണ്ടിയാണ്. ഇപ്പം ജെൻഡർ വൈസോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസോ ഒക്കെ ഇൻഡിപെൻഡൻസ് നോക്കാൻ വേണ്ടിയാണ് കൈ സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യുക. അടുത്ത ക്രാമേഴ്സ് വി ഓർ പൈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് കാറ്റഗറിക്കൽ വേരിയബിൾസിന്റെ റിലേഷന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്നാണ്. ദെൻ ഓഡ്സ് റേഷ്യോ അല്ലെങ്കിൽ റിലേറ്റീവ് റിസ്ക് അനാലിസിസ് എന്ന് പറയുന്നത് എപ്പിഡെമോളജിക്കൽ സ്റ്റഡീസ്, ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡിന്റെ ഇമ്പാക്ട് അനാലിസിസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രിവെന്റീവ് മെഡിസിൻസ് കൊണ്ടുള്ള ഇമ്പാക്ട് അനാലിസിസ്, കേസ് കൺട്രോൾ, അങ്ങനെയുള്ളതിന് വേണ്ടിയാണ് ഈ ഓഡ്സ് റേഷ്യോ അല്ലെങ്കിൽ റിലേറ്റീവ് റിസ്ക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നേരത്തെ ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ടി ടെസ്റ്റ്, സി ടെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന്റെ സ്നാപ്ഷോട്ട് എടുത്ത് വയ്ക്കുക. ഇത് ഓർമ്മിക്കേണ്ട കാര്യം, ടി ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സ്മോൾ സാമ്പിൾ സൈസ് ആണ്. സ്മോൾ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 30, സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആണ് നമ്മൾ സ്മോൾ സാമ്പിൾ സൈസ് എന്ന് പറയുക. 30യേക്കാൾ കൂടുതലാണെങ്കിൽ ലാർജ് സാമ്പിൾ സൈസ് ആയിട്ടാണ് കണക്കാക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ. ഓക്കെ, 30യേക്കാൾ കൂടുതലുള്ള സാമ്പിൾ സൈസ് ആകുമ്പോൾ ലാർജ് സാമ്പിൾ സൈസ് ആണ്. 30യേക്കാൾ കുറവാണെങ്കിലാണ് സ്മോൾ സാമ്പിൾ സൈസ് എന്ന് പറയും. പിന്നെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ കൈ സ്ക്വയർ ടെസ്റ്റ്, അസോസിയേഷൻ, അതായത് ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ കാറ്റഗറിക്കൽ ഡേറ്റ അല്ലെങ്കിൽ അസോസിയേഷൻ വരുമ്പോഴത്തേക്കാണ് അത് യൂസ് ചെയ്യുക. ദെൻ അനോവ, 3 അതിൽ കൂടുതലോ ഗ്രൂപ്പുകളുടെ മീൻ കമ്പാരിസൺ വേണ്ടിയാണ് അനോവ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. 3 അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകളാണെങ്കിൽ നമ്മൾ അനോവ ചെയ്യാറില്ല, എന്ന് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം അങ്ങനെയാണ്. K-1 ഉം n - k ഉം. അപ്പൊ 2 ആണെങ്കിൽ 2 - 1 1 കിട്ടും. അപ്പം ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്. ഇതൊക്കെ ഈ അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റഫറൻസ് ഒന്ന് വായിച്ചിട്ട് കൊടുക്കുന്നത്. ഇത് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഇൻ കേസ് നോൺ റാൻഡം മെത്തേഡ് യൂസ് ചെയ്തു, റാൻഡം സാമ്പിളിംഗ് അല്ല, റയറസ്റ്റ് ഓഫ് ദി റയർ ഫിനോമിനൻ ആണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നോൺ റാൻഡം സാമ്പിളിംഗ് ടെസ്റ്റ് ഒരു മെത്തേഡ് യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീഡ്മാൻ ടെസ്റ്റ് എന്ന് പറയുന്നത് മിൽട്ടൺ ഫ്രീഡ്മാൻ തന്നെയാണ് അനോവ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം യൂസ് ചെയ്യുന്നത് ഫ്രീഡ്മാൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ജനറലി യൂസ് ചെയ്യുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് മാൻവൈറ്റ്നി യു ടെസ്റ്റും ക്രെസ്കൽ വാലിസ് ടെസ്റ്റ്. ഓക്കെ, മാൻവൈറ്റ്നി യു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 2 ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പിനെ അതിന്റെ കമ്പാരിസന് വേണ്ടിയാണ് മാൻവൈറ്റ്നി യു ടെസ്റ്റ് യൂസ് ചെയ്യുക. ദെൻ ക്രെസ്കൽ വാലിസ് ടെസ്റ്റ് ആകുമ്പോൾ മോർ ദാൻ 2 ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് ഉണ്ടാവും, ചിലപ്പോൾ 3 or 4 or 5 കാണും. അത് നോക്കാൻ വേണ്ടിയാണ് ക്രെസ്കൽ വാലിസ് യൂസ് ചെയ്യുക. 2 പർപ്പസും പ്രൊസീജിയറും സെയിം ആണ്, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. മാൻവൈറ്റ്നി ആണെങ്കിൽ 2 ഇൻഡിപെൻഡന്റ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, 2 ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ക്രെസ്കൽ ആണെങ്കിൽ 2 ആയാലും കൂടുതലായാലും കുഴപ്പമില്ല. 2 ഉണ്ടെങ്കിലും ക്രെസ്കൽ വാലിയ 3, 4, 5 എത്ര ആയാലും ക്രെസ്കൽ വാലിയ. മാൻവൈറ്റ്നി 3 ആയാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല.
ആർ പ്രോഗ്രാമിലൊക്കെ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടില്ല. സ്പെസിലാണെങ്കിൽ ക്ലബിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം, പക്ഷേ എറർ കാണും. ഓക്കെ, അതാണ് എന്റെ തിയറി. ദെൻ പെയ്ഡ് ഡേറ്റ വരികയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഇൻഡിപെൻഡന്റ് സാമ്പിളോ അല്ലെങ്കിൽ പെയ്ഡ് സാമ്പിളോ ടെസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമല്ലോ, അതായത് റാൻഡം സാമ്പിളിംഗ് മെത്തേഡിലാണ്. ആ സെയിം കോൺടാക്ട് ആണ്, പെയ്ഡ് ഇൻഫർമേഷൻ ആണ്. ഒരു മെഡിസിൻ കൊണ്ടുവന്നത് അതിന് മുമ്പ് എങ്ങനെയായിരുന്നു, അതിന് ശേഷം എങ്ങനെയായിരുന്നു എന്നുള്ള അനാലിസിസ് ഒക്കെ ചെയ്യേണ്ട സമയത്താണെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വിൽകോക്സൺ സൈൻ റാങ്ക് ടെസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനകത്തുള്ള ഓവർവ്യൂ എന്ന് പറയുന്നത്. ദെൻ അത് മൾട്ടിവേരിയന്റ് അനാലിസിസ്. ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടതാണ്, ഏത് ബേസിലാണ് ചോദിച്ചെന്ന് അറിയില്ല. ആ ക്വസ്റ്റ്യനിൽ ഇതിനകത്ത് മൾട്ടിവേരിയന്റ് അനാലിസിസ് പെടാത്ത കാര്യം ഏതാണെന്നാണ് ചോദിച്ചത്, നോട്ട് ഇൻക്ലൂഡഡ്. അപ്പൊ പലപ്പോഴും നിങ്ങൾ ഈ 3 ടേം അവർ തന്നിരുന്നത് 4 ഓപ്ഷൻ തന്നിട്ട് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ഓപ്ഷൻ 1 എന്ന് കൊടുത്തിട്ട് എ ബി സി, ഓപ്ഷൻ 2 എന്ന് കൊടുത്തിട്ട് ഡി ആൻഡ് സി, ഓപ്ഷൻ സി എന്ന് കൊടുത്തിട്ട് എ ബി സി ഡി, ഓപ്ഷൻ ഡി എന്ന് കൊടുത്തിട്ട് സി ആൻഡ് ഡി, ഇങ്ങനെയായിരിക്കും ഓപ്ഷൻ തരുന്നത്. ഓക്കെ, അപ്പൊ ഇത് 4ഉം എന്താണ്, മൾട്ടിവേരിയന്റ് അനാലിസിസ് ആണ്. പലർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യം ഈ പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ് ആണ്. ഓക്കെ, ഈ പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ് മൾട്ടിവേരിയന്റ് അനാലിസിസ് ആണ്. ഇത് യൂസ് ചെയ്യുന്ന സ്ഥലം നമുക്ക് ഡേറ്റ റിഡക്ഷൻ ചില സമയത്ത് അവിടെ ഒരു ഇൻഫർമേഷൻ ലോസ് ഇല്ലാതെ നമുക്ക് ആ പ്രോസസ് ചെയ്യണമെങ്കിലാണ് എന്ത് ചെയ്യുക, PCA ചെയ്യുക, പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ് ചെയ്യും. അപ്പൊ ഈ ടെർമിനോളജിയും വെൻ ടു യൂസ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് കരുതുന്നു. ദെൻ ടൈം സീരീസ് അനാലിസിസ്. ഈ അരിമ മോഡൽ എന്ന് വെച്ചാൽ ഓട്ടോ റിഗ്രസീവ് ആൻഡ് ഇന്റഗ്രേറ്റഡ് മൂവിംഗ് ആവറേജ് എന്നാണ് പറയുന്നത്. ഓട്ടോ റിഗ്രസീവ് ആൻഡ് ഇന്റഗ്രേറ്റഡ് മൂവിംഗ് ആവറേജ് മോഡലാണ്. അതായത് ഫ്യൂച്ചർ വാല്യൂസ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഏറ്റവും നിങ്ങൾക്ക് അറിയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗോൾഡ് പ്രൈസ് എസ്റ്റിമേഷൻ. ഓക്കെ, ഗോൾഡ് പ്രൈസ് ഇപ്പൊ ഇത്രയാണ്, ഇനി അടുത്തൊരു 5 മാസം കൊണ്ട് ഗോൾഡ് പ്രൈസ് കൂടുകയോ ഇല്ലേ, നമുക്ക് ഇങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അരിമ മോഡൽ എന്ന് പറയുന്നത്. ഓട്ടോ റിഗ്രസീവ് ആൻഡ് ഇന്റഗ്രേറ്റഡ് മൂവിംഗ് ആവറേജ് മോഡൽ എന്നാണ് ഇത് പറയുന്നത്. ട്രെൻഡ് അനാലിസിസ് ടൈം സീരീസിന്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ലോങ് ടൈം ട്രെൻഡ്, ഇപ്പം കഴിഞ്ഞ 50 വർഷമായിട്ട് ഇന്ത്യയിലെ ലിറ്ററസി റേറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ്, ഇത് നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രെൻഡ് അനാലിസിസ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് സീസണൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സീസണൽ എഫക്ട്. അപ്പം അത് ഇപ്പൊ ഒരു കമ്പനിയെ സംബന്ധിച്ച് മന്ത്ലി സെയിൽസ് അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് മാർജിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റൂലേ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സീസണൽ അഡ്ജസ്റ്റ്മെന്റ് യൂസ് ചെയ്യുക. അഗ്രികൾച്ചറൽ റിസർച്ചിൽ അല്ലെങ്കിൽ ഫാം റിലേറ്റഡ് റിസർച്ചിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ സീസണൽ അഡ്ജസ്റ്റ്മെന്റ് ടൈം സീരീസ് അനാലിസിസ് യൂസ് ചെയ്യാറുണ്ട്. കമ്പനികളിൽ മാത്രമല്ല, സീസണൽ ഫ്ലക്ച്വേഷൻസ് അഫക്ട് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സീസണൽ അഡ്ജസ്റ്റ്മെന്റ് ടെക്നിക്സ് ടൈം സീരീസിൽ യൂസ് ചെയ്യാൻ പറ്റും. മൂവിംഗ് ആവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്മൂത്ത് ഫ്ലക്ച്വേഷൻസ് കാണാൻ വേണ്ടി, അതായത് ജസ്റ്റ് പ്രീവിയസ് ഇയറും അല്ലെങ്കിൽ പ്രീവിയസ് ടൈം ബീയിങ്ങിലും കറണ്ട് പീരിയഡിൽ എങ്ങനെയാണ് ഫ്ലക്ച്വേഷൻസ് അറിയാൻ വേണ്ടി. ഇപ്പൊ നിങ്ങൾ സ്റ്റോക്ക് പ്രൈസിന്റെ ട്രെൻഡ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിൽ അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും ഇതിന്റെ ട്രെൻഡ് കാണിക്കും. ഞാൻ ഈ സ്ക്രീൻ വരയ്ക്കുന്നത് പോലെ ട്രെൻഡ് കാണിക്കും അല്ലേ. അപ്പം തൊട്ട് മുമ്പ് കുറഞ്ഞു കൂടി ഇങ്ങനെ വരൂലേ. ഈ ട്രെൻഡ് അറിയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ മൂവിംഗ് ആവറേജ് യൂസ് ചെയ്യുന്നത്. അത് ഓട്ടോ റിഗ്രസീവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രിഡിക്ഷൻ ഫോക്കസ് ആയിട്ട് ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ, പാസ്റ്റ് വെച്ചിട്ടാണ് ഫ്യൂച്ചർ പറയുന്നത്, പക്ഷെ അത് ഫ്യൂച്ചർ പെർസ്പെക്റ്റീവിലാണ് ഈ അരിമ മോഡൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിലെ ടൈം സീരീസ് പാർട്ട് എന്ന് പറയുക. വീണ്ടും ഈ ഒരു പോയിന്റ് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതൊന്ന് സ്നാപ്ഷോട്ട് എടുക്കുക, എവിടെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്. ഇത് പല പ്രാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് മീൻസ് നെറ്റിന്റെ പാറ്റേണിൽ നിന്ന് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടാണ് ചില ഏരിയയിൽ റെപ്പിറ്റേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, താല്പര്യമുള്ളവർക്ക് പറയാം. Which of the following statistical test is most appropriate for comparing the means of more than 2 independent groups? Okay, ഇവിടെ more than 2 ആണ്, 2 groups അല്ല. 2 groups അല്ലാത്തത് കൊണ്ട് നമുക്ക് ആരെ തട്ടാം, പൈസ്ക്വയറിനെ തട്ടാം, ടി ടെസ്റ്റിനെ തട്ടാം. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് ആണ്, ഡിപെൻഡന്റ് അല്ല. ഓക്കെ, ഒരു ടെസ്റ്റിനകത്ത് ഡിപെൻഡന്റ് അല്ല. ആരും പോയി, ജി ടെസ്റ്റും പോയി. ആൻസർ ആരാണ്, അനോവയാണ് അതിന്റെ ആൻസർ. ഓക്കെ, അതാരും ഇല്ലെന്ന്, ആരും പോയോ? ഹലോ സാർ, അപ്പൊ ഇതിന് ആൻസർ എന്തായിരിക്കും? ഇക്വാളിറ്റി ഓഫ് മീൻസ് കൈസ്കോർ ടെസ്റ്റ് നോക്കുന്നുണ്ടോ? ഇല്ല. വേരിയൻസ് കമ്പാരിസൺ കൈസ്കോർ ടെസ്റ്റിന്റെ അജണ്ടയെ അല്ല. വേരിയൻസ് വരുന്നത് അനോവയാണ്. അനോവ, അൺഗോവ, മനോവ അങ്ങനെയുള്ള ഈ വാ വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ കമ്പയർ വേരിയൻസ്, അല്ലാതെ ആരും വേരിയൻസ് നോക്കൂല. ഓക്കെ, എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഏതിലാണ്? അനലിറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഇൻഫറൻഷ്യൽ അല്ല. അതായത് റിഗ്രഷൻ, മൾട്ടിപ്പിൾ റിഗ്രഷൻ അങ്ങനെയുള്ളതിനാണ് നമ്മൾ എപ്പോഴും എസ്റ്റിമേഷൻ നോക്കുന്നത്. എസ്റ്റിമേഷൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ. അപ്പൊ ഇവിടെ അസോസിയേഷൻ ബിറ്റ്വീൻ കാറ്റഗറിക്കൽ ഡേറ്റയാണ് അതിന്റെ ആൻസർ. ദെൻ വിച്ച് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഡേറ്റ ഓൺ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എക്സ്ട്രീം ഔട്ട്ലെയർ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ എക്സ്ട്രീം ഔട്ട്ലെയർ ഉണ്ടെങ്കിൽ, അതായത് ഭയങ്കരമായിട്ട് വ്യതിയാനം വരുന്ന
ഹയർ വാല്യൂസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് മീൻ ഒരിക്കലും സ്യൂട്ടബിൾ വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റില്ല. മീൻ എന്ന് പറയുന്നത് ഡീവിയേഷൻ കുറവ്, ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു വിത്തിൻ എ റേഞ്ച് ഡീവിയേറ്റ് ചെയ്യുന്ന വാല്യൂസ് ആണെങ്കിൽ മാത്രമേ അവിടെ മീൻ എന്താവും, അപ്രോപ്രിയേറ്റ് സ്യൂട്ടബിൾ മീൻസ് ഒരു സ്യൂട്ടബിൾ ആവറേജ് ആവും. അപ്പൊ ഈ എക്സ്ട്രീം ഔട്ട്ലിയർ വരുന്ന കഴിഞ്ഞാൽ മീൻ ഒരിക്കലും അവിടെ ഒരു സ്യൂട്ടബിൾ ആവില്ല. നമ്മൾ ഈവൻ ക്വാണ്ടിറ്റേറ്റീവ് ആണ് എടുക്കുന്നതെങ്കിലും സ്യൂട്ടബിൾ ആവില്ല. അപ്പൊ ആ സിറ്റുവേഷനിൽ എന്താണ് മോസ്റ്റ് ആപ്ലിക്കബിൾ? മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ ഈസ് ദ മിഡിൽ മോസ്റ്റ് ഐറ്റം when observations are arranged into ascending or descending order. തന്നിരിക്കുന്ന ഒബ്സർവേഷനെ ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ എഴുതുമ്പോൾ ഏറ്റവും നടുക്ക് വരുന്ന ഒബ്സർവേഷൻ വിളിക്കുന്ന പേരാണ് എന്ത്? മീഡിയൻ എന്ന് പറയും. Okay. Then in regression analysis, the dependent variable is dependent variable. ഇപ്പൊ എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ കൺസംഷൻ ഇൻകം റിലേഷൻ പറയാണ്. കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം. കൺസംഷൻ ആണ് അവിടെ ഡിപെൻഡന്റ് വേരിയബിൾ. വേരിയബിൾ ബീങ് പ്രഡിക്റ്റഡ് ആണോ? കൺസംഷൻ എന്ന് പറഞ്ഞാൽ കാറ്റഗറിക്കൽ വേരിയബിൾ അല്ല, അപ്പൊ ആ ഒരു ഓപ്ഷൻ മാറ്റാം. ഇൻഡിപെൻഡന്റ് ഓഫ് അതർ വേരിയബിൾ അല്ല. ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഡിപെൻഡ് സംതിങ്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? വേരിയബിൾ ബീങ് പ്രഡിക്റ്റഡ് ആണ് അതിന്റെ ആൻസർ. ഇതാണ് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റുന്നത്. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ ചിലതിൽ അസേർഷൻ റീസണും രണ്ടും കറക്റ്റ് ആയിരിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഓപ്ഷൻ ആയിരിക്കും രസം. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് കൂടെ ചോദിക്കും. ഇവിടെ അസേർഷൻ പറഞ്ഞിരിക്കുന്നത് അരിത്തമെറ്റിക് മീൻ ഈസ് ഹൈലി സെൻസിറ്റീവ് ടു എക്സ്ട്രീം വാല്യൂസ്. അസേർഷൻ കറക്റ്റ് ആണ് അല്ലേ? കാരണം അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. അപ്പൊ എക്സ്ട്രീം വാല്യൂസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മീൻ വാല്യൂ കൂടും. റീസൺ പറഞ്ഞിരിക്കുന്നത് എന്താ? മീൻ കൺസിഡേഴ്സ് ഓൾ ഡേറ്റ പോയിന്റ്സ് ഇൻ ഇറ്റ്സ് കാൽക്കുലേഷൻ. അപ്പൊ അത് ശരിയാണ്. അസേർഷൻ എക്സ്ട്രീം വാല്യൂസ് ഇൻക്ലൂഡഡ് ആണ്, അതിന്റെ റീസൺ കറക്റ്റ് ആണ്. ആൻസർ എ ആണ്. ആൻസർ എ എന്തായിരുന്നു? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ഇ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട്. പിന്നെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ അടുത്തൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. chi-square test is suitable for testing the association between two continuous variable. chi-square test assumes frequency counts in categorical data. ഇതിൽ ഒരെണ്ണം ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയും. ആർക്കൊരു അഭിപ്രായമില്ല. അതിന്റെ ഊഹം ശരിയായിരുന്നു. റീസൺ കറക്റ്റ് ആണ്. ആറായിട്ട് പറഞ്ഞത് the chi-square test assumes frequency counts in categorical data. എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല? കണ്ടിന്യൂസ് വേരിയബിൾസ് അല്ല, കാറ്റഗറിക്കൽ വേരിയബിൾസ് ആണ്. അസോസിയേഷൻ ബിറ്റ്വീൻ കാറ്റഗറിക്കൽ വേരിയബിൾസ് ആണ് എന്തല്ല? കണ്ടിന്യൂസ്. അസേർഷൻ തെറ്റാണ്, റീസൺ കറക്റ്റ് ആണ്. 6 കറക്റ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ടൈപ്പ് 1 ടൈപ്പ് 2 എററിന്റെ സ്നാപ്ഷോട്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. അപ്പൊ എന്തെങ്കിലും കമന്റോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ പറയുക. എന്താണ് ക്ലാസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക്? കുഴപ്പമില്ലല്ലോ, നന്നായി പറഞ്ഞു. അത്യാവശ്യം പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കുറവുകൾ പോരായ്മകൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതും പറയാം. അപ്പം ഈ 6-ാം തീയതിക്കകത്ത് തന്നെ ഒരു 4-5 ക്ലാസ്സും കൂടെ ചെയ്യാൻ ഷാൻ സാർ റെഡിയാകുമെന്ന് വിചാരിക്കുന്നു. പറയാം സാറേ, പറയാം. അപ്പം സമയപരിമിതി ഉണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ക്ലാസ്സുകളും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം കമന്റുകൾ ഏത് രീതിയിലാണെങ്കിലും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ എല്ലാവരുടെയും ക്ലാസ് കേട്ടവരുടെയും പിന്നെ യൂട്യൂബിൽ കേൾക്കാൻ ഇരിക്കുന്നവരുടെയും എല്ലാം അഭിപ്രായങ്ങൾ അറിയിച്ചാൽ വളരെ ഭംഗിയായിരിക്കും. അതിൽ കൺക്ലൂഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മാഫോർ മലയാളവും പുസ്തക ലോകവും കൂടെ സംയുക്തമായിട്ട് സംഘടിപ്പിച്ച മിഷൻ JRF നെറ്റ് കോച്ചിങ് ക്ലാസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ മലയാളത്തിൻ്റെ ക്ലാസ്സുകളായിരുന്നു നമ്മൾ തുടർന്നുകൊണ്ടിരുന്നത്. അതിനൊപ്പം തന്നെ ജനറൽ പേപ്പർ 1 ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ നമ്മൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ നിലയിൽ റിസർച്ച് മെത്തഡോളജിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഡോക്ടർ ഷാനി നാസർ മാഷ് ക്ലാസ് നയിച്ചിട്ടുള്ളത്. മാഷിന് മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിൻ്റെയും പുസ്തക ലോകത്തിൻ്റെയും ഒപ്പം മറ്റ് വിദ്യാർത്ഥികളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഈ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിൻ്റെയും പുസ്തക ലോകത്തിൻ്റെയും നന്ദി രേഖപ്പെടുത്തുന്നു.